രാജസൂയം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്താണ് ഒരു യാഗം? യാഗത്തിൻ്റെ പ്രത്യേകത എന്താ? ഭഗവാനുമായിട്ട് യോജിക്കാനുള്ളൊരു ഉപായമാണ് യാഗം. അതുകൊണ്ട് യോഗം ഉണ്ടാവും. യോഗം ഉണ്ടായാൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിനെ ഉപാസിക്കേണ്ട അതിനൊരു ചടങ്ങുണ്ട്. ഇന്ന രീതിയിൽ മറ്റേ അഗ്നിഹോത്രം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ? അഗ്നിഹോത്രം ചെയ്യാറുണ്ടോ? ഇല്ല. അവിടെ ഉള്ളവർ ചെയ്യുന്നുണ്ട് അഗ്നിഹോത്രം. അതെ. അപ്പോൾ അത് നിലനിർത്താനുള്ളതാണ് ഈ യോഗക്ഷേമം. അങ്ങനെ നിലനിർത്തുന്നതിനാണ് യോഗമല്ല ക്ഷേമം എന്ന് പറയാം. അപ്പോൾ അത് എത്തിപ്പെടാനുള്ളത് അത് യോഗം. എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് യോഗമാണ്. യാഗം എത്തിപ്പെടാനുള്ളത്, യോഗം എത്തിച്ചേർന്നത്, നിലനിർത്തുന്നത് ക്ഷേമം. അതാണ് യോഗക്ഷേമം. ഇപ്പം നമുക്ക് ഉണയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ അർത്ഥത്തിൽ യോഗക്ഷേമം ഉണ്ട്. ഇനിയിപ്പോൾ കുറച്ച് മോഹം എന്താ വെച്ചാൽ 2 പേരെ കയറ്റണം. പിന്നെ അതെ. അപ്പം ഇങ്ങനെ ഇതേപോലെ തന്നെയാണ് പാണ്ഡവർക്കും ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മുന്നേ ആയിട്ടുള്ള ഒരു ആമുഖത്തോട് കൂടിയിട്ടാണ് ഇത് തുടങ്ങണത്. ഇപ്പോൾ ഇവിടെ കൃഷ്ണൻ്റെ ഗാർഹസ്ഥ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ്, കൃഷ്ണൻ്റെ ഒരു ദിവസത്തെ ദിനചര്യ പറഞ്ഞിട്ട് പിന്നെ രാജസൂയത്തിലേക്ക് കിടക്കാം. നാരദ മഹർഷിക്ക് ഈ 16,108 ഭാര്യമാരുമായിട്ട് കൃഷ്ണൻ എങ്ങനെയാണ് കഴിഞ്ഞു കൂടുന്നത് അല്ലേ? നമ്മുടെ എന്തായാലും പറയുക, ഇന്ദ്രിയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുമ്പോഴേ ഭാര്യമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടാവില്ലേ? അപ്പോൾ കൃഷ്ണൻ എന്തൊക്കെയാണ് ചെയ്യണത് എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ട്? നാരദനെ അറിയാനല്ല കേട്ടോ, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പം എന്തായാലും ആദ്യം രുക്മിണിയുടെ കൊട്ടാരത്തിലാണ് എത്തിയത്. രുക്മിണിയും കൃഷ്ണനും കൂടിയിട്ട് ആ സമയത്ത് സാധാരണഗതിയിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏത് ഭാര്യമാരുടെ അടുത്ത് ചെല്ലുമ്പോഴും അവിടെ എന്തെങ്കിലും പണിയെടുക്കാവും കൃഷ്ണൻ. ഇവിടെ നാരദനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പ്രതീക്ഷിച്ചു എന്നൊരു വാക്ക് ഇതിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ നാരദൻ അങ്ങനെയാണ് മനസ്സിലാവുക. കാരണം വന്ന വഴിക്ക് സ്വീകരിക്കണു, പൂജ ചെയ്യണു, കാലി കഴുകണു, എന്തൊക്കെയാണ് ചോദിക്കണമെന്ന് വെച്ചാൽ അതിഗംഭീരമായിട്ടുള്ള പൂജയാണ്. രുക്മിണിയുടെ സന്ദേശം കൊണ്ടുവന്ന ആ ബ്രാഹ്മണനെ എങ്ങനെയാണോ പൂജിച്ചത് അതേപോലെ ഉള്ള പൂജയാണ്. ഏതായാലും നാരദൻ പറഞ്ഞു, ഭഗവാനെ, അങ്ങ് ഈ മോക്ഷദായകനായിട്ടുള്ള അങ്ങയെ ഒന്ന് സ്മരിച്ച് എപ്പോഴും നടക്കണം, അത് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ. നാരദനോട് അങ്ങോട്ട് പറഞ്ഞു, അങ്ങനെയൊന്നല്ല കേട്ടോ, അങ്ങ് ഇവിടെ വന്നുകൊണ്ട് ഞങ്ങളുടെ കുലം രക്ഷപ്പെട്ടു. ഞങ്ങളെ പോലെയുള്ള ക്ഷത്രിയന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാഹ്മണരായിട്ടുള്ള നിങ്ങൾ. നാരദൻ ബ്രാഹ്മണനാണോ അറിയില്ല അല്ലേ? അന്ന് ഇതിന് പോയിരുന്നില്ല, ക്ഷണം കിട്ടിയില്ല. അതെ. അപ്പോൾ നാരദൻ രാജർഷി, ദേവർഷി, ബ്രഹ്മർഷി എന്നൊരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ഇവിടെ ദേവർഷിയാണ് ഈ നാരദനെ, എങ്കിലും ബ്രാഹ്മണനായിട്ടാണ് കണക്കാക്കുക. ജന്മവും കാര്യങ്ങളോ അച്ഛനമ്മയൊന്നുമില്ല, ബ്രഹ്മാവിൽ നിന്ന് നേരിട്ട് വന്നതാണ്. ബ്രാഹ്മണ്യം ചെയ്യുന്നത് കൊണ്ട് ബ്രാഹ്മണൻ. നിങ്ങളെപ്പോലെയുള്ള മഹാഗുരുക്കന്മാർ, ഈ സാത്വികര്, സൂര്യനെ പോലെ സഞ്ചരിക്കുന്നവർ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള ഈ രാജാക്കന്മാർക്കൊക്കെ ക്ഷാത്രധർമ്മം നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഗൃഹസ്ഥധർമ്മം നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെച്ചാൽ പിഴവ് വരുമ്പോൾ അത് തിരുത്താൻ ഇങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് തിരുത്തണം. ഇങ്ങനെയൊക്കെയാണ് ഒരു കണക്ക്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് നിങ്ങളെപ്പോലുള്ളവരാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോഴാണ് നാരദൻ പറഞ്ഞത്, ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, പക്ഷേ അതൊന്നും എന്നോടല്ല പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി, ഞാനല്ല. അപ്പം അതുകൊണ്ട് മോക്ഷദായകനായ അങ്ങയെ എപ്പോഴും സ്മരിക്കാനുള്ള ഒരു അനുഗ്രഹം വരമായിട്ട് തരണം വെച്ചാൽ ഭക്തി വേണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടുന്ന് യാത്രയായി. അടുത്ത് പിന്നെ സത്യഭാമയുടെ അടുത്തെത്തി. അവിടെ ചെന്നപ്പോഴാണ് ഭഗവാൻ ചൂത് കളിക്കുക. ലൈറ്റ് ഇട്ട് കൊടുക്കണം അല്ലേ? അവിടെ ചെന്നപ്പോൾ ചൂത് കളിക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് വന്ന്, എവിടുന്നാ വന്ന്, എന്തിനാ വന്നെന്നുള്ള ജാതി കുറേ കുശലം കാര്യങ്ങളൊക്കെ. സത്യഭാമ എന്താ വെച്ചാൽ ലൗകികയാണ്. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണന് ലൗകികനായിട്ടാണ്. അങ്ങനെയാണ്. ഏതായാലും അങ്ങ് ഇവിടെ വന്നപ്പോൾ, ജ്ഞാനപൂർണനായിട്ടുള്ള അങ്ങ് വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഇനി കിട്ടുമെന്നുള്ളത് ഉറപ്പായി. അതേപോലെ ഞങ്ങളെന്താ അങ്ങോട്ട് ചെയ്തു തരേണ്ടത്, സേവിക്കാൻ ഒരു അവസരം തരണേ, ഇങ്ങനെയൊക്കെ ചില പ്രാർത്ഥന. പിന്നെ ജാമ്പവതിയുടെ അടുത്ത് വന്നപ്പോൾ അവിടെ കുട്ടികളെ ലാളിക്കുകയാണ്. കാളിന്തിയുടെ അടുത്ത് ചെന്നപ്പോൾ ഈ പൂജയും കാര്യങ്ങളൊക്കെ എല്ലായ്ക്കും ഉണ്ട് കേട്ടോ, അങ്ങനെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല വിചാരിച്ചാൽ പറഞ്ഞു പോകണമെന്നുള്ളത്. കാളിന്തിയുടെ അവിടെ കുളിക്കാൻ പോകുന്നു. അതേപോലെ മറ്റ് ഓരോരോ ഭാര്യമാരുടെ, പിന്നെ പേരൊന്നും കുറേ പറഞ്ഞില്ല, ഓരോരോ പ്രവൃത്തികൾ നമ്മൾ സാധാരണ വീടുകളിൽ ഒരു ദിവസം ഇന്ന് രാവിലെ തൊട്ട് ഇന്ന് വൈകുന്നേരം വരെ, അല്ലെങ്കിൽ അതുവരെ 8 യാമം എന്തൊക്കെ ചെയ്യണോ അതൊക്കെ അതാത് ഗൃഹങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രത്യേകം രണ്ടും ഉണ്ടാവും. അതായത് നിത്യം ചെയ്യേണ്ടതുണ്ടാവും, നൈമിത്തികം ചെയ്യേണ്ടതുണ്ടാവും. അത് രണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. കടമ, കർത്തവ്യം, അങ്ങനെ പലതും ഉണ്ടല്ലോ.
പിന്നെ കളി ഒക്കെ ഉണ്ട്. അപ്പോൾ ഹോമം ചെയ്യണു, ഒരുത്തിയിൽ തർപ്പണം ചെയ്യണു, ഒരുത്തിയിൽ വേദപാഠം ചെയ്യണു, അതിഥിയെ പൂജിക്കണു, ഭൂതബലി ചെയ്യണു, അന്നദാനം ചെയ്യണു, ഉച്ഛിഷ്ടം ഭക്ഷിക്കണു. നമുക്കാര് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? സന്ധ്യാവന്തനം ചെയ്യണു, യുദ്ധതന്ത്രം പഠിക്കണു, യുദ്ധതന്ത്രം പഠിപ്പിക്കണു, ആനപ്പുറത്ത് സവാരി, കുതിരപ്പുറത്ത് സവാരി, പിന്നെ സ്തുതി കേൾക്കൽ, അതുകൊണ്ട് ഭഗവത്വം അങ്ങനെയുണ്ട് രാജാവായിട്ട്. പിന്നെ കാര്യാലോചനകൾ നടത്തണു, ജലക്രീഡ തൊട്ടുള്ള കാര്യങ്ങൾ, സ്ത്രീകളുമൊത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ പശുദാനം, അതേപോലെ ഇതിഹാസ പുരാണങ്ങൾ വായിക്കുന്നു, കേൾക്കണു, രണ്ടുമുണ്ട്. പിന്നെ പുരുഷാർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഭജിക്കേണ്ടത് വെച്ചാൽ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ വേണ്ടേ, അതൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ഈ ഇഷ്ടാപൂർത്താദികളോ എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ ചെയ്യുന്നുണ്ട്. ധ്യാനമുണ്ട്, യോഗമുണ്ട്, ഗുരുപൂജ ഉണ്ട്, യുദ്ധത്തെ പറ്റി ഇന്ന രീതിയിൽ ചെയ്താലാണ് അത് ജയിക്കുക എന്നുള്ള യുദ്ധവർണ്ണനാദി കാര്യങ്ങൾ, അതേപോലെ 6 തരത്തിൽപ്പെട്ടതായിട്ടുള്ള സന്ധി എന്ന് പറയും. സന്ധി എന്ന് വെച്ചാൽ വെറും സന്ധിയല്ല, അത് രാജശാസനങ്ങളാണ് 6 തരത്തിൽ. അങ്ങനെയുള്ള പഠിപ്പിക്കണു. പിന്നെ സജ്ജനക്ഷേമ ചർച്ച ചെയ്യണു, പുത്ര പൗത്ര വിവാഹാലോചന തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യണു. അതേപോലെ ചില വിരുന്നുകാരെ യാത്രയാക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ, പിന്നെ ചിലവരെ സ്വീകരിക്കുക തുടങ്ങിയുള്ളത്, യജ്ഞം ചെയ്യുക, യാഗം ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങൾ, അതേപോലെ കിണർ കുഴിക്കുക, കുളം കുഴിക്കുക, വൃക്ഷം നടുക, പരോപകാരം, മറ്റേ നായാട്ട്, ചാരവൃത്തി, ഇങ്ങനെയില്ല. ഭഗവാൻ ചെയ്യാത്തതായിട്ടുള്ള ഒരു പണിയില്ല, എല്ലാ പണിയും ഭഗവാൻ ചെയ്യും. അങ്ങനെ ഭഗവാൻ എല്ലാ ദിക്കിലും ഉണ്ടെന്നും ഭഗവാൻ പൂർണ്ണനാണെന്നും 16,008 ദിക്കിലേക്ക് ചെല്ലണമെങ്കിൽ എത്ര സമയം വേണം? 5 മിനിറ്റ് 10 മിനിറ്റ് കണക്കാക്കിയാൽ ഒരു ദിവസം പോരാ. നാരദനാച്ച ഒരു ദിവസം ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിക്കിലും എത്തിയില്ല. അപ്പോൾ തീർച്ചയാക്കി ഇത്ര മതി, ഇനി എല്ലാവർക്കും ദൂരമൊക്കെ തന്നെയാവും. എല്ലാം കാണാൻ വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ പോവാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോഴേക്കും അവിടെ കൃഷ്ണ സാന്നിധ്യം എല്ലാറ്റിലും കണ്ടൂന്ന്. ഇത് ഗസ്സിങ് അത് പാടില്ലേ? ഗസ്സിങ് പാടില്ല. അപ്പോൾ കൃഷ്ണൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കൃഷ്ണൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ആൾ വന്നു. അങ്ങോട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. രുക്മിണിയുടെ കൊട്ടാരത്തേക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതാ ഏതൊക്കെ തരത്തിലാണ് സ്തുതിയാദി കാര്യങ്ങൾ, യോഗേശ്വരനായിട്ടുള്ള മായാനാഥനായിട്ടുള്ള ബ്രഹ്മാദി ദേവകളൊക്കെ എങ്ങനെയാണോ ഭഗവാനെ അറിയാൻ സാധിക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കട്ടെ കേട്ടോ. അപ്പോഴാണ് ഈ കൃഷ്ണൻ്റെ വിളി. കൃഷ്ണൻ്റെ അവിടെ ചെന്നു. എല്ലാ ദിക്കിലേക്കും ഈ കൃഷ്ണൻ്റെ കീർത്തി എത്തിച്ചിട്ടുണ്ട്. നാരദ എത്തിച്ചിട്ടുണ്ട്. അതല്ലാതെ കണ്ട് കൃഷ്ണൻ മറ്റേ ബാലലീല തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എല്ലാ ദിക്കിലേക്കും കീർത്തി എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈശ്വരപരമായിട്ട് തന്നെ, അതേപോലെ ലൗകികനായിട്ടും, അതേപോലെ സാക്ഷിയായിട്ട്, രാസലീലയൊക്കെ സാക്ഷിയായിട്ടാണല്ലോ എന്ന കൂട്ടത്തിൽ പലതുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കൗതുകമാണ്. അത് മുഴുവനെ അറിഞ്ഞും കൊണ്ടാണ് നാരദൻ കുറച്ച് തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. എന്നിട്ടാണ് കൃഷ്ണൻ്റെ അടുത്തേക്ക് ചെന്നത്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെയല്ല കേട്ടോ പറഞ്ഞത്. എന്താ പറഞ്ഞത്? മഹർഷിയെ, ഞാൻ അങ്ങയെ കാത്തിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് എൻ്റെ ഈ ലീലകളുണ്ടല്ലോ, അതായത് അനവധി ഭാര്യമാരുടെ ഒപ്പം ജീവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാവരും അനുസരിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഒരുത്തിയിൽ ഒന്നാ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഒരുത്തിയിൽ വേറൊന്നാണല്ലോ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളും പല സമയങ്ങളിലായിട്ട് ഈ കൃഷ്ണൻ ചെയ്ത ആ കർമ്മങ്ങൾ തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. അത് ഉത്തരവാദിത്തത്തോടെ ചെയ്യണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഗൃഹസ്ഥ ലീല അഭിനയിച്ച് കാണിച്ചു കൊടുത്തത് എല്ലാവരോടും പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ്? എല്ലാ ദിക്കിലും അങ്ങേക്ക് എത്താൻ സാധിച്ചില്ലല്ലോ, അതുകൊണ്ട് പേടിക്കണ്ട, ദുഃഖിക്കണ്ട കേട്ടോ എന്നാണ്. പുത്ര എന്ന് വിളിച്ചിട്ടാ. അങ്കളാദ്യം പറഞ്ഞ എന്താ, മഹാഋഷിയെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കേമായിട്ടാണ് പൂജയും കാര്യങ്ങളൊക്കെ. നിങ്ങൾ വന്നിട്ട് രണ്ടാമത് ഉപദേശിച്ചപ്പോഴോ പുത്ര മാ ഖിത, ദുഃഖിക്കുകയേ വേണ്ട എന്നാണ് പുത്ര എന്ന് വിളിച്ചിട്ട്. അതേപോലെ അങ്ങ് ഒരു കാര്യം ചെയ്യണം, എല്ലാവരോടും ഈ ധർമ്മത്തെ ആചരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കണം. അഥവാ അങ്ങനെ ചെയ്യാത്തവരുടെ അടുത്ത് ചെന്നിട്ട് പറയണം. അങ്ങനെയാണ് ഏഷണിക്കാരനായത്. അതേപോലെ കൃഷ്ണൻ്റെ ആജ്ഞ കേട്ടതുകൊണ്ട് ഈ നാരദൻ അവിടെ നിന്ന് യാത്രയായി, സന്തോഷത്തോട് കൂടിയിട്ട് യാത്രയായി. കൃഷ്ണനെ ഒന്ന് സ്തുതിച്ചു, നമസ്കരിച്ചു, അനുഗ്രഹം വാങ്ങി എല്ലാ ദിക്കിലേക്കും ഇതേപോലെ ചെന്ന് പറഞ്ഞു എന്ന് ആ അധ്യായം അവിടെ അവസാനിപ്പിച്ചു. പിന്നെ വീണ്ടും കൃഷ്ണൻ്റെ ഒരു ദിവസം പ്രത്യേകമായിട്ട് പറയുകയാണ്. അപ്പോൾ 4 യാമം ആണ് ഒരു പകല്, 4 യാമമാണ് ഒരു രാത്രി. ആദ്യത്തെ രാത്രി തൊട്ടാ തുടങ്ങുക. അപ്പോൾ ആദ്യത്തെ രാത്രിയുടെ യാമത്തിൽ തേവാരം, അത് കഴിഞ്ഞാൽ ഊണ്, പിന്നെ കുറച്ച് ചിന്തനകൾ ഒക്കെ വേണം. എന്തൊക്കെ ചിന്തിക്കേണ്ടത്? ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്ത്, നാളെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പിന്നെ പൂർവ്വം ഈ ജനിച്ചതിന് ശേഷം ഇതുവരെ എന്തൊക്കെയാണ് ചെയ്ത്, ഇനി ചെയ്യാൻ വല്ലതും ബാക്കിയുണ്ടോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നാണ് പറയുക. എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ.
ഉറക്കം വരാത്തതിൻ്റെ കാരണം അതുകൊണ്ടാട്ടോ. അല്ല, ഞാനൊരു പുതിയ പുസ്തകം ഇറക്കിയിട്ടാ, കിട്ടിയോ? അല്ല, ഞാൻ ഇപ്പം തരാം. വെളുത്ത പുസ്തകം ചേർത്ത് തന്നിട്ടുണ്ടാവില്ല. വെളുത്ത പുസ്തകം ചെറിയ. അതെ, എൻ്റെ പ്രഭാഷണം കേട്ടിട്ട് മൊബൈലിൽ കേട്ട് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വരും. ഇവിടെ ഇരുന്ന് കേൾക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ യാമം തൊട്ടിട്ട് ഫുള്ള് 2, 3 യാമം ഉറങ്ങണം എന്നാ. 2 യാമം ഉറങ്ങണം. ബാക്കിയുള്ള സമയം മുഴുവൻ എൻഗേജഡ് ആവണം. 9:30 മുതൽ 9:30 മുതൽ 3:30 വരെ കിടന്നുറങ്ങാം. 6 മണിക്കൂർ എപ്പോഴാ വെച്ചാൽ കിടന്നുറങ്ങാം. അത് നിങ്ങളുടെയുള്ള തെറ്റാ. ഭാഗവതം പറഞ്ഞല്ല കുഴപ്പമില്ല. ഇല്ല. അപ്പോൾ ഭഗവാൻ എങ്ങനെയാ വെച്ചാൽ ആദ്യത്തെ ഈ തേവാരവും ഊണും മറ്റേ ഈ ചിന്തനകളും ഒക്കെ കഴിഞ്ഞ് നാളെ എന്തൊക്കെ ചെയ്യണതൊക്കെ ചിന്തിച്ചിട്ടാണ് ഭഗവാൻ കിടന്നുറങ്ങുക. അപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങും. നമ്മളെ പോലെയല്ല ഉറങ്ങും. പാലകനാണ് വിഷ്ണു, അവിടെ ഉറങ്ങാൻ പറ്റില്ല. ഇവിടെ കൃഷ്ണനാണ് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഉറങ്ങുമ്പോൾ പത്നിമാരടുത്തുണ്ടാവും. അപ്പോൾ കൃഷ്ണൻ എങ്ങനെയാ വെച്ചാൽ നേരത്തെ നീക്കേ. അപ്പോൾ പത്നിമാർക്ക് ചെറിയൊരു വിഷമം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാരണം കൃഷ്ണൻ പൂവാണല്ലോ, അതുകൊണ്ട് ഒപ്പല്ലായിട്ടല്ല, പക്ഷേ അടുത്തുണ്ടാവില്ല. അത്തിരി അകലെ ഉണ്ടാവുക. എന്നാൽ ആദ്യം ദൂരെ. എന്തായാലും എണീച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുക, കൃഷ്ണനെ തന്നെ കൃഷ്ണൻ ധ്യാനിക്കും. നമ്മളെ തന്നെ ധ്യാനിക്കണം. ഇങ്ങനെ വേണ്ട നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ, അല്ലാണ്ട് നമ്മുടെ ശരീരത്തിനെ അല്ല ധ്യാനിക്കേണ്ടത്. അങ്ങനെ ഈശ്വരനെ ധ്യാനിച്ചതിൻ്റെ ശേഷം ശുദ്ധി പ്രക്രിയയാണ് രണ്ടാമത് ചെയ്യേണ്ടത്. നമുക്ക് ഭൂമിയെ വന്ദിച്ചിട്ട് വേണം. കൃഷ്ണൻ ഭൂമിയെ വന്ദിച്ചു എന്നതിൽ എഴുതി കാണാനില്ല. ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കാം. എന്തായാലും ഭൂമിദേവി ഭാര്യയാണല്ലോ, അതുകൊണ്ട് എന്തായാലും ശരി. അത് എന്തായാലും ശുദ്ധി പ്രക്രിയ ഓർമ്മയിലുണ്ട്. ഒന്ന് മറ്റേ തൊട്ട് തലയിൽ. അതെ, ആയിക്കോട്ടെ. പിന്നെ കുളി എല്ലാ ഏർപ്പാടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്ധ്യാവന്തനം തുടങ്ങി. ഏതൊക്കെയാണ് വേണ്ടത്? ആദിത്യം, അംബികാം, വിഷ്ണു, ഗണനാഥം, മഹേശ്വരം, വന്യം ച. സൂര്യോപാസന 1008 ഗായത്രി ജപിക്കണം. പിന്നെ ഗണപതിക്ക് ഏത്തോടെ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഗണോദ്ഗമം കാര്യങ്ങളൊക്കെ ചെയ്യണം. അതേപോലെ വിഷ്ണുവിനും ലക്ഷ്മിക്കും ശിവനും പാർവതിക്കും അല്ലേ, അങ്ങനെയൊക്കെ നേദിക്കുക കാര്യങ്ങളൊക്കെ വേണം. പിന്നെ കുറച്ച് ഹോമം എന്തെങ്കിലും ചെയ്യും വേണം. ഇങ്ങനെ ആദിത്യം, അംബികാം, വിഷ്ണു, ഗണനാഥം, മഹേശ്വരം, വന്യം ച കേട്ടോ. എല്ലാ ദിവസവും അത് ചെയ്യണം. പിന്നെയോ ദീനസേവയാണ് പിന്നെ അടുത്തത്. നമ്മുടെ കടം വീടാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാണ്ട്. അതിലൊന്നാണ് ഈ പശുദാനം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ. ബ്രാഹ്മണരൊക്കെ നേരം വിളിച്ചാവണതിൻ്റെ മുമ്പായിട്ട് അല്ലെങ്കിൽ തലേ ദിവസം വന്ന് എത്തിയിട്ടുണ്ടാവും. അവർക്കൊക്കെ ദാനാദി കാര്യങ്ങൾ ബ്രാഹ്മണർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. സൂര്യോപാസന കഴിഞ്ഞാൽ അപ്പം ദാനം ചെയ്യാമെന്നാണ്. കർണനൊക്കെ അങ്ങനെയല്ലേ, സൂര്യോപാസന കഴിഞ്ഞ് വയ്ക്കുക. പക്ഷേ കർണൻ ചെയ്യുന്ന 9 മണിക്കാട്ടോ. പക്ഷെ കൃഷ്ണൻ ചെയ്യുന്ന അങ്ങനെയല്ല, രാവിലെ നേരത്തെ ചെയ്യാവേ. അതേപോലെ പഞ്ചയജ്ഞങ്ങളൊക്കെ ഭഗവാൻ ചെയ്യുന്നതാണ്. ദേവ, ഋഷി, പിതൃ, കടം തീർക്കും. അതേപോലെ അതിഥികൾക്ക് പിന്നെ ഈ തിരക്ക് വർഗ്ഗങ്ങൾക്കൊക്കെ പശുവിനൊക്കെ കൊടുക്കുന്ന അർത്ഥം. പശുവിൻ്റെ നിന്ന് വെണ്ണ ഊറ്റി കുറേ കട്ടിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയല്ല, പശുവിന് തിന്നാൻ കൊടുക്കുന്ന അർത്ഥം. അതെ, പശുക്കറവയാണ് തൊഴിലേ. പശുവിന് തിന്നാനൊന്നും കൊടുക്കില്ല, ഇങ്ങടൊക്കെ ഊറ്റും ചെയ്യും. ഞങ്ങൾക്ക് പാല് തരുമ്പോൾ ഞങ്ങളിൽ നിന്ന് പൈസ വാങ്ങും. ഇതാണ് അവസ്ഥ. എന്നിട്ട് തടിച്ചരിച്ച് വരുന്നുണ്ട് കേട്ടോ, വെള്ളമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ പഞ്ചയജ്ഞങ്ങളൊക്കെ ചെയ്യും. അതേപോലെ പഞ്ചബ്രഹ്മ നമസ്കാരാദി കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഈ ഗുരു, ബ്രാഹ്മണ, മാതാപിത നമസ്കാരാദികൾ ചെയ്യും. അച്ഛനമ്മയൊക്കെ ചെന്ന് നമസ്കരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ നമ്മൾ ചെയ്യിക്കണം. പേരക്കുട്ടിയെ കൊണ്ടും മുത്തശ്ശിക്ക് നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ടേ. ഇപ്പോൾ പതിവുണ്ടോ? അതെ അല്ലേ. എന്തായാലും അതൊക്കെ വേണം. അതേപോലെ നല്ല വസ്തുക്കൾ കാണുക, തൊടുക, കേൾക്കുക, ഇങ്ങനെയുള്ളതൊക്കെ വേണം. അപ്പം നല്ല വസ്തുക്കൾ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം എന്തായാലും എന്തൊക്കെയാ വേണ്ടത് ഉണ്ടാവില്ല. നല്ല വസ്തുക്കൾ കാണുക വെച്ചാൽ കല്ല്, പൊന്ന്, മറ്റേ തീയ്, സ്വർണം, പിന്നെ എന്തൊക്കെയാ പറഞ്ഞ് എള്ള്, അക്ഷരം വെച്ചാൽ അരിയും ഇതൊക്കെയാണ് കണ്ടത്. പൂവ്, ചന്ദനം, വെള്ളം, പിന്നെ സൂര്യൻ, വിളക്ക്, ഇതൊക്കെ കാണാം.
അപ്പോൾ അങ്ങനെ കത്തി, ഈ ആയുധങ്ങളൊക്കെ കാണണം. ഇങ്ങനെ നല്ല വസ്തുക്കളൊക്കെ കാണണം. നല്ലത് തൊടണം, അതേപോലെ തൊട്ട് തലയിൽ വയ്ക്കണം സാരം. ഇങ്ങനെ നല്ല വസ്തുക്കൾ കാണാൻ, നല്ലതേ കേൾക്കാവൂ. അതുകൊണ്ടാണ് രാവിലെ മലയാളം പാടില്ല, സംസ്കൃതമേ പറയാവൂ എന്ന് പറയാനുള്ള കാരണം. ചില കാര്യങ്ങൾ നമ്മൾ സാധാരണ മലയാളം പറയണതല്ല, ചില ചീത്ത വാക്കുകളുണ്ട്, അതുകൊണ്ടാണ്. ഇല്ല പേരുകളാർക്കും ചിലത് പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതെ. അതേപോലെ ഈ തന്നോട് ബന്ധമുള്ളവരുടെ കാര്യം പ്രത്യേകം അന്വേഷിക്കണം എന്നാണ്. ബന്ധുക്കളുടെ കാര്യം അന്വേഷിക്കണം. തൊട്ട വീട്ടിലെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതേപോലെ നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവരെ നമ്മൾ അങ്ങോട്ട് ആശ്രയിക്കുന്ന ചിലവരുണ്ട്, അവരുടെയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ആശ്രയിക്കുമ്പോൾ അവർക്ക് വേറെ ചിലത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും, അതും നമ്മൾ ചെയ്തു കൊടുക്കണം. ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും അന്വേഷിക്കണം. അതേപോലെ രാവിലത്തെ ഈ അവനവൻ്റെ ശരീരം ഉണ്ടല്ലോ, അത് കണ്ണാടിയൊക്കെ നോക്കി നന്നായിട്ട് അലങ്കരിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്യണം. ശുദ്ധി പ്രക്രിയ മാത്രം പോരാ, അലങ്കാരങ്ങളും കൂടി വേണം. അലങ്കാരപ്രിയോ വിഷ്ണു, നമസ്കാരപ്രിയോ ഭാനു, സൂര്യൻ നമസ്കരിക്കണം സൂര്യനെ. അതേപോലെ ജലധാരാപ്രിയ, അതിനെന്താ അഭിഷേകപ്രിയോ ശംഭു. അതൊക്കെ അറിയണ്ടോ അല്ലേ? അപ്പം അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ ഭഗവാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വന്നവർക്ക് പിന്നെ പൈസ തന്നെ ദാനം ചെയ്യും. അല്ല, മറ്റേത് മാത്രമല്ല, ഈ എന്താ പറയുക, ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള മീഡിയം എന്തോ അത് ദാനം ചെയ്യും, പൈസ ആവില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഈ ദാരികൻ്റെ തേരിൽ കയറിയിട്ട് സുധർമ്മ എന്നുള്ള കാര്യാലോചന സഭയിലെത്തും. നമ്മളാകുമ്പോൾ ഉമ്മർത്ത് ചെന്നിരിക്കും. എന്നിട്ടോ അവിടെ പ്രത്യേകത ഉണ്ട്, അവിടെ വിശപ്പില്ല, ദാഹമില്ല, യാതൊന്നുമില്ല. നമുക്കും അത് രാവിലെ ഇഡ്ഡലിയും ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഉമ്മർത്ത് ചെന്നിരുന്നാൽ ഉച്ചവരെ വിശപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒന്നും കഴിക്കാതെ ചെന്നാലും വിശപ്പും ദാഹങ്ങളും ക്ഷീണമില്ല, വിയർപ്പില്ല, അതൊന്നുമില്ല. അതാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് ആ കാര്യം നടത്തും. അതാണ്, നടത്തിയിട്ടേ കൃഷ്ണൻ അവിടെ നിന്ന് പുറത്തേക്ക് പോരുള്ളൂ. അതാണ്. അപ്പോൾ അവിടെ വിനോദമുണ്ട്, പാട്ട്, ഡാൻസ്, കൊട്ട്, ഇതൊക്കെ അവരെ കൊണ്ട്, പല ആൾക്കാരെ കൊണ്ടും ചെയ്യിക്കും. ഇതൊക്കെ ഭഗവാൻ ചെയ്യാറുണ്ട്. നമ്മളെന്താ ചെയ്യുക, മൊബൈലിൽ നോക്കിയിട്ട് ആ പാട്ട് ഈ പാട്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അത് വടശ്ശേരി ഹരിയുടെ കൊട്ടുംപാട്ടും അതേപോലെ പ്രഭാഷണവും ഭാഗവതം വായനയും ഒക്കെ കേൾക്കുക നിങ്ങൾക്ക് ഗുണം, എനിക്കല്ല. അപ്പം അങ്ങനെ അത് കേൾക്കാം. അങ്ങനെ വിനോദങ്ങൾ ഏർപ്പെട്ടതിന് ശേഷം, മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം, അങ്ങനെ സഭയിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം മഗധ എന്ന് ഒരാൾ ദൂതനായിട്ട് വന്നു, ജരാസന്ധൻ്റെ നാട്ടിൽ നിന്ന്. എന്താ വന്ന് പറഞ്ഞത്, അവിടുത്തെ കാരാഗൃഹത്തിൽ 20,800 രാജാക്കന്മാർ കഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ആഹാരം കിട്ടും, മരിക്കില്ല, പക്ഷേ നീട്ടു നിൽക്കാൻ തന്നെ കഷ്ടിയാണ് ആരോഗ്യം, അത്രയ്ക്കല്ലേ കിട്ടും. ഇപ്പോൾ സാധാരണ ഇപ്പോൾ എനിക്കൊക്കെ ആണെന്ന് വെച്ചാൽ ഒരു 50 ഇഡ്ഡലി, അപ്പം തരും 3 ഇഡ്ഡലിയാണ്. 50 ഇഡ്ഡലി വേണ്ട ആൾക്ക് 3 ഇഡ്ഡലിയേ തരുള്ളൂ, മരിക്കില്ല. അങ്ങനെ കിടക്കും. അങ്ങനെയാണ്. അങ്ങനെ വല്ലാതെ കണ്ട് വിഷമിക്കുകയാണ്. ഭാര്യമാരാണ് ഒരു ദൂതനെ ഏർപ്പാടാക്കിയത്. മറ്റേ അകത്ത് കിടക്കുന്നവർക്ക് നിവൃത്തിയില്ല, വേറെ മാർഗ്ഗമില്ല. കാരണം അവരൊക്കെ 21,000 രാജാക്കന്മാരെ കിട്ടിച്ചാൽ ഭൈരവന് ബലി കൊടുത്തു കഴിഞ്ഞാൽ ഈ ജരാസന്ധന് ചക്രവർത്തി ആവാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തോൽപ്പിച്ചാൽ മതി, സ്വതേ രാജാക്കന്മാരെ തോൽപ്പിച്ചത് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ജരാസന്ധൻ എങ്ങനെയാ വെച്ചാൽ അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യില്ല, ഇങ്ങോട്ട് വരണം യുദ്ധം ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് നടക്കില്ല. ഈ ജരാസന്ധൻ്റെ അത് പൂർണ്ണമായില്ല, ഈ രാജസൂയം പൂർണ്ണമായില്ല. അങ്ങനെയാണ്. അപ്പോൾ 20,800 രാജാക്കന്മാർ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ഭാര്യമാരൊക്കെ കൂടിയിട്ടാണ് ദൂതനെ അയച്ച കൃഷ്ണനെ ആശ്രയിച്ചു. അങ്ങനെയാണ്. അപ്പം അങ്ങനെ ദിഗ്വിജയത്തിൽ ജയിച്ച കുറേ ആൾക്കാർ ദിഗ്വിജയം നടത്തിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയില്ല. പക്ഷെ ഇതിങ്ങനെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മുടെ രാജസൂയം പോലെയല്ല, പാണ്ഡവരുടെ രാജസൂയം പോലെയൊന്നല്ല, വ്യത്യാസങ്ങളുണ്ട് കുറേ. അതുപോലെ രാജകീയമായിട്ടുള്ള ചില പ്രൗഢി കാര്യങ്ങളൊന്നും സ്വതേ വേഷവിധാനത്തിലോ ഒന്നും കാണിക്കൊക്കെ ഇല്ല. അങ്ങനെയൊക്കെ കുറേ വ്യത്യാസമുണ്ട്, അനവധി വ്യത്യാസമുണ്ട് ജരാസന്ധനെ പറ്റിയിട്ട്. അവരുടെ ദൂതനാണ് ഈ വന്നിട്ട് പറഞ്ഞത് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇത് ആവശ്യമാണ് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും ഉണ്ട് നാരദൻ വരണം. എവിടുന്നാ വരണം? യുധിഷ്ഠിരൻ്റെ അടുത്ത് നിന്നാണ് നാരദൻ വരണം. നാരദൻ വന്നിട്ട് ആവശ്യത്തെ പറഞ്ഞു. ഭഗവാനെ യജിക്കാൻ വേണ്ടിയിട്ട് രാജസൂയാദി യാഗങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിച്ച്, ഒരു യാഗമല്ല കേട്ടോ, അനവധി യാഗങ്ങളെ കൊണ്ട് ആരാധിച്ച് ഭഗവാന്റെ പ്രീതി എല്ലാവർക്കുമായിട്ട് കൊടുക്കാൻ. രാജാവിലൂടെയാണുള്ളത് വരിക. അപ്പോൾ രാജാവ് യാഗം ചെയ്ത് കഴിഞ്ഞാൽ രാജാവിലേക്കാണ് പ്രീതി കിട്ടുക. ആ രാജാവിലേക്ക് കിട്ടിയുള്ള പ്രീതി എല്ലാവർക്കുമായിട്ട് വീതിച്ചു കൊടുക്കും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നാരദൻ അവിടെ വന്നു. അപ്പോൾ ഇത് രണ്ടുപേരുടെയും അഭിപ്രായം കേട്ട് കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് വേണ്ടത്? ആദ്യം ഏതാ ചെയ്യേണ്ടത്? ആദ്യം വന്ന ആളുടെ, കൃഷ്ണൻ, പ്രത്യേകിച്ച് കൃഷ്ണനായതുകൊണ്ട് എങ്ങനെയായാലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയല്ല,
എന്ന് കൃഷ്ണന് തോന്നി. അതുകൊണ്ട് ചോദിച്ചു മന്ത്രിയോട്, ഉദ്ധവ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ ഉദ്ധവനാകെ മേപ്പെട്ടു നോക്കി. കൃഷ്ണനാ തീരുമാനം എടുക്കാറ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു ആവശ്യം കൃഷ്ണനോട് പറഞ്ഞിട്ടുള്ള രണ്ടുപേരുടെയും അഭിപ്രായത്തിൽ ഏത് ആദ്യം ചെയ്യണം എന്നുള്ള ചോദ്യം എന്നോട് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് ഉദ്ധവൻ വിചാരം ചെയ്തു. എന്താണ്? ഉദ്ധവൻ ബുദ്ധിസത്തമനാണ്, കാര്യശേഷിയുള്ളയാളാണ്, ബൃഹസ്പതിയുടെ ശിഷ്യനാണ്, പിന്നെ ഭക്തനാണ്, അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് കൃഷ്ണ തുല്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ കൃഷ്ണൻ ഉദ്ധവനോട് പറയാണ്. കൃഷ്ണൻ എടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? പക്ഷപാതം വരും. ഉദ്ധവൻ എടുത്തു കഴിഞ്ഞാൽ പക്ഷപാതം വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, രാജസൂയം ആദ്യം ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. രാജസൂയം ആദ്യം ചെയ്തു കഴിഞ്ഞാൽ യുധിഷ്ഠിരന് വേണ്ടിയിട്ട് അത് ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രവൃത്തി എല്ലാ രാജാക്കന്മാരെയും കീഴ്പ്പെടുത്തലാണ്. ആ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ജരാസന്ധനെ ഭീമനെ കൊണ്ട് വധിപ്പിക്കാം. സാധാരണ ഒരാൾക്ക് ജരാസന്ധനെ വധിക്കാൻ പറ്റില്ല. കാരണം ജരയാൽ സന്ധ്യതനായതുകൊണ്ട് രണ്ട് ദേഹമാണ്, രണ്ട് അമ്മമാർ പ്രസവിച്ചതാണ്, രണ്ടും കൂടിയിട്ട് ചേർത്ത് വെച്ചത് ഒരു വനദേവതയാണ്. അപ്പോൾ അത് വേർപ്പെടുത്തിയാൽ മാത്രമേ മരണം സംഭവിക്കുള്ളൂ. പിന്നെ സാധാരണ യുദ്ധങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ആക്രമണങ്ങളോ ഒന്നും ജരാസന്ധൻ്റെ ജീവന് ഹാനി വരില്ല. അപ്പോൾ ജരാസന്ധനെ ആർക്കും അങ്ങനെ വധിക്കാൻ പറ്റില്ല. പുണ്യമില്ലാത്തതുകൊണ്ട് കൃഷ്ണനെ വധിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കൃഷ്ണനെ വധിക്കാം. അതുകൊണ്ടാണ് കൃഷ്ണൻ ഉദ്ധവനോട് ചോദിക്കാനുള്ള കാരണം. അല്ല വെറുതെ ചോദിച്ചതല്ല അത്. അപ്പോൾ ഉദ്ധവൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, 10,000 ആനകളുടെ ശക്തിയുള്ള ജരാസന്ധനെ കൊല്ലാൻ 10,000 ആനകളുടെ ശക്തിയുള്ള ഭീമന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ആ സമയത്ത് ഭീമൻ ഇനി രാജാവായിട്ട് പോയിട്ട് കൊല്ലാൻ പറ്റില്ല. അതിന് കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ചെന്നിട്ട് ഈ സൂര്യവന്ദനാദി കാര്യങ്ങൾ കഴിയണ സമയത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ്വന്ദ്വയുദ്ധം യാചിക്കണം. അങ്ങനെ ദ്വന്ദ്വയുദ്ധം അയാൾ പേഴ്സണലായിട്ടുള്ള യുദ്ധം വരും. മറ്റേതാകുമ്പോൾ എന്താ വരിക? മറ്റേ സൈന്യത്തോടുള്ള അത് പ്രശ്നമാണ്. അപ്പോൾ വേറെ ചില കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ അത് വേണ്ട. അതുകൊണ്ട് ദ്വന്ദ്വയുദ്ധം യാചിക്കണം, അതാണ് എളുപ്പം എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് മാത്രമേ ഇനി വഴിയുള്ളൂ. മാത്രമല്ല അത് കൃഷ്ണനും അർജുനനൊക്കെ കൂടെ പോവുകയും വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ തീരുമാനമായി. എന്തൊക്കെയാണ് തീരുമാനമായി? 3 പേരും ബ്രാഹ്മണ വേഷത്തിൽ കാപട്യത്തിൽ സൂര്യവന്ദനം കഴിയണ സമയത്ത് ജരാസന്ധൻ്റെ അടുത്ത് എത്തുക, എന്നിട്ട് ചോദിക്കുക, ദ്വന്ദ്വയുദ്ധം ചോദിക്കുക. അപ്പോൾ ഭീമനെ തിരഞ്ഞെടുക്കാവുന്ന രീതിയിൽ ആക്കി തീർക്കുക. എന്നാൽ ഭീമനുമായിട്ട് യുദ്ധം ചെയ്യും. അപ്പോൾ ഭീമനാൽ വധിക്കപ്പെടും. ഇങ്ങനെ മതി. അപ്പോൾ 2 കാര്യവും നടന്നു എന്ന് എല്ലാവരും പറഞ്ഞു. എല്ലാവരും ഇത് സമ്മതിച്ചു. സാധു ഈ അഭിപ്രായം. അപ്പം അങ്ങനെ ഈ കാര്യം നടത്താം എന്നുള്ളത് നിശ്ചയിച്ചു. അവിടെ ചില സ്തുതികൾ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ ഭഗവാന്റെ മഹിമകളെക്കുറിച്ച് പറയുന്നത് ഈ കൃഷ്ണനാകുന്ന കൃഷ്ണൻ കുട്ടിക്കാലത്ത് ചെയ്തതായിട്ടുള്ള അസുര നിഗ്രഹാദി കാര്യങ്ങൾ, അതേപോലെ പൂർവ്വജന്മത്തിൽ ശ്രീരാമൻ തൊട്ടുള്ള അവതാര ലീലകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അതൊക്കെ പറഞ്ഞിട്ട്, അതായത് ഗോപികളെ ഗുഹയിലിട്ടടച്ച ശംഖചൂടനെ കൊന്ന അസുരനെ, ശംഖചൂടനെ കൊന്ന അങ്ങയെ, അതേപോലെ ഗജേന്ദ്രന് മോക്ഷം കൊടുത്ത ഭഗവാനെ, രാവണനെ കൊന്ന സീതയെ മോചിപ്പിച്ച ഭഗവാനെ, കംസനെ കൊന്ന അച്ഛനമ്മമാരെ മോചിപ്പിച്ച ഭഗവാനെ, ഇങ്ങനെ അവരെല്ലാം സ്തുതിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഭഗവത്വത്തെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഈ രംഗത്തെ ഒന്ന് വേണ്ട രീതിയിലാക്കി തരണം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ദൂതനോട് ഈ വിവരങ്ങളൊക്കെ ഭഗവാൻ തന്നെ പറഞ്ഞു. നാരദൻ യാത്രയായി. ഉഗ്രസേന രാജാവ്, ഇതൊക്കെ ഈ രാജ്യസഭയിൽ വെച്ചിട്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ. അതേപോലെ ബലരാമൻ ദ്വാരകാ സംരക്ഷണം ഏറ്റെടുത്തു. പിന്നെ യാഗം ചെയ്യാൻ വേണ്ടി, യാഗത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട്, അതിൽ പങ്കാളിയാവാൻ വേണ്ടിയിട്ട് ഈ 16,108 പത്നിമാരും പുത്രപൗത്രന്മാർ, വലിയ ഒരു ജനസംഘം, കൃഷ്ണൻ്റേതായിട്ടുള്ള നേരിട്ടുള്ള ബന്ധുക്കൾ. കാരണം അർജുനൻ്റെ സഹോദരി, അർജുനൻ്റെ ഭാര്യ കൃഷ്ണൻ്റെ സഹോദരിയാണ്. അപ്പോൾ ആ ബന്ധുബലുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെയാണ് യാത്ര. ഈ ആവശ്യമൊക്കെ പറഞ്ഞത് അത് വേറെ വിഷയം, അത് രണ്ടാമത്തെയാണ്. ഏതായാലും ബലരാമനെ അവിടെ കാവൽക്കാരനാക്കി എന്നാണ്. എന്നിട്ടാണ് ഈ യാത്ര. അതെങ്ങനെയൊക്കെ പോയി എന്നുള്ളതൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പോയത് 18 മാസം അവിടെ താമസിക്കേണ്ടി വരും. അത്രയും ദിവസം ഈ ദ്വാരകയിലുള്ള എല്ലാവരും നിത്യം പുത്തൻ കോടി കൊടുക്കുള്ളൂ, അന്നന്ന് കൗശേയപ്പട്ടേ കൊടുക്കുള്ളൂ. അപ്പോൾ അത്രയും എന്ത് വേണം? ഇതൊക്കെ വേണം, ഡ്രസ്സുകളൊക്കെ വേണം. ആർക്ക്? കൃഷ്ണന്
കൃഷ്ണൻ്റെ പത്നിമാർക്ക്, മക്കൾക്ക്, അവരുടെ പത്നിമാർക്ക്, അവരുടെ കുട്ടികൾക്ക്, അവരുടെ പത്നിമാർക്ക്, അങ്ങനെ വലിയ സംഖ്യ ആയിരുന്നു കേട്ടോ ഇവർക്കൊക്കെ. അപ്പോൾ വണ്ടി 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 കുറേ വേണം അല്ലേ? ആ, അതേപോലെ ഇവർക്കൊക്കെ തോഴിമാർ, അതുപോലെ ഭൃത്യന്മാർ, മറ്റ് ആലഭാരങ്ങൾ കുറേ ഉണ്ട്. ഈ മേഴ്സിഡസ് ബെൻസ് കാറ് വേണ്ടേ, അതൊക്കെ കുതിരയാണ്, കുതിര വണ്ടിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ വേണം. ഇങ്ങനെ ഒരു വലിയ സമുദ്രം കര കവിഞ്ഞ് ഒഴുകുന്ന പോലെ വലിയൊരു ഇതാണ്, ഒരു ഒഴുക്കാണ്, ഒരു ടൂറാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ പൊട്ടിപ്പട്ടലൊക്കെ തന്നെ മുകളിൽ അതാണ്. അപ്പോൾ ആ സൈന്യത്തിൻ്റെ ഒരു യാത്ര, സൈന്യത്തിൻ്റെ ഒരു ആഘോഷത്തോടു കൂടി, മറ്റേ മൃദംഗ താളവാദ്യ ഘോഷം എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ ഉണ്ട്. അങ്ങനെ യാത്രയാവാണ്. അതീവ സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാവരും ഈ ഹസ്തിനപുരത്തിലേക്ക് യാത്ര, അല്ലെങ്കിൽ മറ്റേ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്രയാവാൻ. ഹസ്തിനപുരത്തിലേക്ക് അല്ലാട്ടോ, ഇന്ദ്രപ്രസ്ഥത്തിലേക്കാണ്, അവിടേക്കാണ് യാത്ര. ഈ പോണ വഴിക്കുള്ള ഓരോരുത്തരും ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് 4 പുറം നിൽക്കുക, അതൊക്കെ ഇവിടെയുണ്ട്. അത് അത്ര വിസ്തരിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ കാഴ്ച കൊടുക്കുക, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹം കൊടുക്കുക, അതൊക്കെ അതിലുണ്ട്. അതേപോലെ നമസ്കാരാധികാരങ്ങൾ, ഇങ്ങനെ സകല കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇവിടെ പാഞ്ചാലി പാണ്ഡവരെ തുടങ്ങലൊക്കെ ഈ കൃഷ്ണൻ്റെ യാത്ര മനസ്സിലായി. കൃഷ്ണൻ്റെ സംഘങ്ങളെ ഒന്നിച്ച് സ്വീകരിക്കുക, കൃഷ്ണനെ കാണാനുള്ള തിടുക്കം, കൃഷ്ണനെ സ്വീകരിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമസ്കാരാദി, കാല് കഴിച്ചുകൂട്ടൽ, കാല് കഴിച്ച് സ്വീകരിക്കൽ, ആലിംഗനം ചെയ്തിട്ട് ഷെയ്ക്കൻ്റെ അച്ചാത്, അങ്ങനെയല്ലേ ബന്ധങ്ങൾക്കനുസരിച്ചുള്ള പല രീതിയിൽ ബഹുമാനിക്കൽ, നമസ്കരിക്കലൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും സ്വീകരിച്ചു. ഈ പട്ടണത്തിലെത്തിയപ്പോഴേക്കും മട്ടുപ്പാവിലിരുന്നിട്ടുള്ള മറ്റേ ഗോപുരത്തിലൊക്കെ ഇരുന്നിട്ടുള്ള സ്ത്രീകൾ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം. അപ്പോൾ കൃഷ്ണൻ്റെ സംഘങ്ങളൊക്കെ ഉണ്ട്, മറ്റേ രുക്മിണി തൊട്ടുള്ള മറ്റേ ഭാര്യമാർ ഇവരൊക്കെ ഉണ്ട്. പക്ഷേ കൃഷ്ണനെ കാണാൻ എല്ലാവർക്കും താല്പര്യം. അങ്ങനെ കാണുന്നു. അപ്പോൾ കൃഷ്ണചന്ദ്രൻ ആയിട്ട് ഇങ്ങനെ വരുന്നു. നക്ഷത്രങ്ങൾക്കിടയിലുള്ള ഒരു ചന്ദ്രൻ എന്ന പോലെ ഈ വൃന്ദങ്ങളുടെ നിറയ്ക്ക് കൃഷ്ണൻ ശോഭിതനായിട്ട് വരുന്നു. അതെല്ലാം കണ്ടു. കൃഷ്ണാണെച്ചാലോ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടായില്ലേ. വളരെ സന്തോഷത്തോട് കൂടിയിട്ട് പ്രസന്നവദനായിട്ടാണ് ഒരു പൂജ കഴിഞ്ഞാൽ, പ്രസന്ന പൂജ കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു വല്ലാത്തൊരു നട തുറക്കുമ്പോൾ ഒരു ഭംഗിയില്ലേ എന്ന കൂട്ടത്തിലാണ് ഭഗവാന്റെ മുഖം. അതിങ്ങനെ എല്ലാവരും കണ്ടു. പലതരത്തിൽ സ്തുതിക്കുക, വാഴ്ത്തുക, എന്തൊക്കെയാണ് വേണ്ട വെച്ചാൽ അത് സമർപ്പണാധികാരങ്ങൾ. അങ്ങനെ ഈ കൊട്ടാരത്തിലേക്ക് എത്തി. അപ്പം അങ്ങനെ കുന്തി തൊട്ടുള്ള ഓരോരുത്തരെ സ്വീകരിക്കുന്നതായിട്ടുള്ള രംഗങ്ങൾ, അതേപോലെ യുധിഷ്ഠിരൻ തൊട്ടുള്ളവർ സ്വീകരിക്കുന്നത്, അർജുനൻ്റെ പ്രത്യേക സഖാവാണ്, അളിയനാണ്, അങ്ങനെയല്ലേ, അങ്ങനെ സ്വീകരിക്കുന്നത്. പാണ്ഡവരുടെയും മറ്റേ ഭൃത്യന്മാരുടെയും അങ്ങനെയല്ല, പാഞ്ചാലി പ്രത്യേകമായിട്ട് സ്വീകരിച്ചത്. അങ്ങനെ കുറേ വിശദീകരണം അവിടെ നടന്നു. അത് കഴിഞ്ഞിട്ട് കുറേ മാസം സുഖമായിട്ട് ജീവിച്ചു, ഉറങ്ങി. ഇനി അവിടെ എങ്ങനെയാണ് പ്രത്യേകത വെച്ചാൽ, പാഞ്ചാലി ഈ കൊണ്ടുവന്ന പെട്ടികളൊക്കെ മൂലയ്ക്ക് വെച്ചോളാൻ പറഞ്ഞു. പുത്തൻ പട്ട കൊടുക്കുമെന്നാണല്ലോ, പുത്തൻ പട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ദ്വാരകയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, മനസ്സിലായില്ലേ? രണ്ടും ഈശ്വരനാണ്. പാഞ്ചാലി കാളിയാണ്, കൃഷ്ണൻ ഈശ്വരനാണ്. ഇപ്പം രണ്ടുപേർക്കും ഇതിന് ക്ഷാമല്ല. ബ്രഹ്മാവ് വേണ്ട സൃഷ്ടിക്കാനേ, ഇവർക്ക് സ്വയം ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ മൂലയ്ക്ക് വെച്ചാൽ പറഞ്ഞു. അതേപോലെ ഈ 16,108 ഭാര്യമാരും മഹാലക്ഷ്മിമാരാണ്. അവർ കൊണ്ടുവന്ന ധനത്തിൻ്റെ കണക്ക് എത്രയാണ് ചോദിച്ചാന്ന് വെച്ചാൽ, അത് മുഴുവൻ എവിടെയാണ് സൂക്ഷിക്കേണ്ടത് ചോദിച്ചു. അപ്പോൾ എന്താ കാട്ടിയെ, മല തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കെറ്റിച്ചു. ഈ ധനം മുഴുവൻ മല തുറന്നിട്ട് ഉള്ളിലേക്ക് കെറ്റിച്ചു. ഇത് തുറക്കാൻ വേറെ എലി വേണ്ട, മനസ്സിലായില്ലേ? അതെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിപ്പുകളെല്ലാം ചെയ്തു. പിന്നെ 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും മറ്റേ യുധിഷ്ഠിരന് ഈ യാഗം ചെയ്യാൻ ധൃതിയായി. എന്താ ധൃതി? അങ്ങയെ പൂജിച്ച് 4 ആളെ കൊണ്ട് ഞാൻ ഭക്തനാണെന്ന് അറിയിക്കണമെന്ന് യുധിഷ്ഠിര വിതർക്കം എന്നാ. അതായത് ഞാൻ കേമനാണ് എന്ന് സ്വയമേവ ഉള്ളിലൊരു തോന്നലുണ്ടായി. ഇതാ കാരണം ജരാസന്ധനെ കൊന്നു, അതാണ്, ഇത്രയേ ഉള്ളൂ. അതാണ്. ഏതായാലും ആരെ കൊന്നത് അല്ലാട്ടോ, വേറെയാണ്. എന്തായാലും കൊല്ലും. ആ വക കാര്യങ്ങൾക്കൊക്കെ മുന്നേ കൂട്ടിയിട്ടുള്ള തീരുമാനങ്ങളായി ദേവന്മാരാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ആ രീതിയിലൊക്കെ പറയാനുള്ള കാരണം. ഏതായാലും ഭഗവാനെ സ്തുതിച്ചു, കുറച്ച് കരഞ്ഞും കൊണ്ടാണ് സ്തുതിച്ചത്. എങ്ങനെയാ കാലെഴുകാൻ കൂടിയും മറ്റേ മറന്നതായിട്ടുള്ള ഈ യുധിഷ്ഠിരൻ ഈ സമയത്തും ഭഗവാന്റെ മഹത്വത്തെ, ഭഗവാൻ തന്നെ സഹായിച്ചത് എങ്ങനെ കാട്ടിലാണല്ലോ ഉണ്ടായിരുന്നത്. കാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ ഈ വലിയൊരു ഇന്ദ്രപ്രസ്ഥമൊക്കെ ഉണ്ടാക്കിയിരുന്നതേ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ, എല്ലാവരെയും പ്രപഞ്ചം മുഴുവൻ ജയിക്കുന്ന കൂട്ടത്തിലാണ്, ഭൂമി മുഴുവൻ ജയിക്കും. കൃഷ്ണൻ പറഞ്ഞെന്താ ഉഗ്രസേനോട്, അച്ഛാ മുത്തശ്ശാന്ന് വിളിക്കുക, മറ്റേ പേടിക്കൊന്നും വേണ്ട, ഈ ഭൂമിയിലെ രാജാക്കന്മാരല്ല കേട്ടോ, പാലകന്മാരായിട്ടുള്ള ദേവന്മാർ പോലും അങ്ങക്ക് കപ്പം തരും എന്നാണ്. ആ കപ്പം തരുന്ന കൃഷ്ണനാണ് ഇപ്പോൾ തൻ്റെ ഒപ്പം അങ്ങനെ ഇരിക്കേണ്ടത്, സുഹൃത്തായിട്ടും ബന്ധുവായിട്ടേ. അപ്പോൾ കണ്ണ് നിറഞ്ഞു. അതുകൊണ്ടാണ് ഇനി വരുന്ന ഭാവിയിൽ
പലതും ചെയ്യാൻ സാധിക്കും. അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ പറയല്. വിതർക്കം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു അഹങ്കാരമാണോ? അല്ല, യുധിഷ്ഠിരന് ഒരിക്കലും അഹങ്കാരമില്ല. കാരണം ധർമ്മദേവനല്ലേ, ധർമാംശല്ലേ. വിതുരനും യുധിഷ്ഠിരനും ഒരിക്കലും അഹങ്കാരമില്ല. അപ്പം എന്തായാലും ആ അദ്ദേഹത്തിൻ്റെ പേരതാണ് ഇനി, വിതർക്കം എന്നാണ്. അങ്ങനെ രാജസൂയം കൊണ്ട് ഭഗവാനെ ആരാധിക്കാനുള്ള സമയമായിരിക്കുന്നു, അനുവാദം തരണം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, രാജാവേ, അങ്ങ് പറഞ്ഞ രാജാവേ എന്ന് വിളിച്ച, യുധിഷ്ഠിരാന്നോ അല്ലെങ്കിൽ ഏട്ടാന്നൊന്നും അല്ല വിളിച്ചത്. ഇപ്പം രാജാവായിട്ടില്ല, രാജാവല്ലേ. അതാണ്. അപ്പോൾ അങ്ങേക്ക് എല്ലാവരെയും ജയിക്കണ്ടേ, അങ്ങ് എല്ലാവരെയും ജയിക്കുക അല്ലെങ്കിൽ കപ്പം വാങ്ങുക, സന്ധി ചെയ്തിട്ട് തുല്യമാക്കുക, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ 6 കാര്യങ്ങളും അവിടെ പറയും. സന്ധി ചെയ്യേണ്ട വിഷയങ്ങളെല്ലാം അവിടെ പറയും. അങ്ങനെ എല്ലാവരെയും ജയിക്കുന്നതിൽ എന്നെ ജയിക്കാൻ കുറച്ച് പ്രയാസം, ദ്വാരകയെ ജയിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉഗ്രസേന രാജാവിൻ്റെ അനുവാദം വാങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഒരു പണക്കിഴി കൊണ്ടുവന്നിട്ട്, ഇത് നേരത്തെ മല തുറന്നിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ഇതിൽ വിട്ടതല്ല. ഇത് ഉഗ്രസേനൻ തന്നതാണ്. ഞങ്ങൾ ദ്വാരകയെ അങ്ങ് ജയിച്ചിരിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഈ പണക്കിഴി കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സമാധാനമായി. അതായത് ജരാസന്ധനെ കൊല്ലാൻ പ്രയാസമില്ല. നേരത്തെ ഈ സന്ദേശമൊക്കെ നാരദം വന്ന് പറഞ്ഞിട്ടുണ്ട്, ഭീമനെ കൊല്ലപ്പെടുന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണൻ കൂടെ ഉണ്ട് വെച്ചാൽ പിന്നെ അത് പ്രയാസമില്ല എന്നുള്ള ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ദ്വാരകയെ അങ്ങ് ജയിച്ചിരിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. അനുജന്മാരെയൊക്കെ 4 ദിക്കിലേക്കും വിട്ടോളൂ സൈന്യത്തോട് കൂടിയിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ തെക്കോട്ട് സഹദേവനും സൈന്യവും, വടക്കോട്ട് അർജുനനും സൈന്യവും, കിഴക്കോട്ട് ഭീമനും സൈന്യവും, പടിഞ്ഞാട്ട് നകുലനും സൈന്യവും. അങ്ങനെ പോയിട്ട് എല്ലാ രാജാക്കന്മാരെയും ചിലവരെ തോൽപ്പിച്ചു, ചിലവരെ സുഹൃത്തുക്കളാക്കി, ചിലവരെ തോൽപ്പിക്കേണ്ട ആവശ്യമില്ല, ബന്ധുക്കളാണ്. ആ രീതിയിൽ ഇപ്പോൾ എല്ലാവരെയും കീഴ്പ്പെടുത്തി. അതിൽ ഈ എല്ലാവരും തിരിച്ചു വന്നു. കിരീടമൊക്കെ ആയിട്ട് തന്നെ തിരിച്ചു വരണം. ചില തോൽപ്പിച്ചാൽ കിരീടം കൊണ്ടുവരും, അല്ലെങ്കിൽ പണക്കിഴി കൊണ്ടുവരും, അല്ലെങ്കിൽ എന്താ കൊണ്ടുവച്ചാൽ അത് കൊണ്ടുവരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്രയാ കുന്നുകൂടി വെച്ചാൽ അധികമായി നടത്തുക, അതാണ്. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട് കിട്ടുന്നതായിട്ടുള്ള ധനങ്ങളൊക്കെ സാത്വിക ധനമാണ്. തോൽപ്പിച്ചിട്ടോ വധിച്ചിട്ടോ കൊണ്ടുവരുന്ന ധനമൊക്കെ അസത്ത് ധനമാണ്. അപ്പോൾ ഈ അസത്ത് ധനം എന്ത് വേണം? ദാനം ചെയ്ത് 10-1 എടുക്കാവൂ, ബാക്കിയുള്ള 90 ദാനം ചെയ്യണം. അങ്ങനെയാണോ പതിവ്? 1000 ഉറുപ്പ്യ കിട്ടിക്കഴിഞ്ഞാൽ 900 ഉറുപ്പ്യ ദാനം ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പോൾ ജരാസന്ധനെ മാത്രം വധിക്കാൻ പറ്റിയില്ല, ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഇവിടെ യുധിഷ്ഠിര രാജാവിനെ അറിയിച്ചു, ബോധ്യപ്പെടുത്തി. അപ്പോൾ അവിടെ ഏട്ടനല്ല, ഈ രാജാക്കന്മാരെ സഹായിക്കുന്ന രീതിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ സാമന്ത ആ രീതിയിലാണ് വരിക. ഒരേ കൊട്ടാരത്തിലാണ്, അനുജന്മാരാണ്, അതൊക്കെ വേറെ വിഷയം. പക്ഷേ എങ്കിലും അങ്ങനെ വരിക. എന്തായാലും കാര്യം ഡ്യൂട്ടീസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉദ്ധവൻ പറഞ്ഞ കാര്യങ്ങൾ ഭഗവാൻ അവിടെ പറഞ്ഞു. അങ്ങനെ കൃഷ്ണനും അർജുനനും ഭീമനും കൂടിയിട്ട് ബ്രാഹ്മണ വേഷം കെട്ടിയപ്പോൾ തന്നെ വളരെയധികം ഭംഗി തോന്നി. എല്ലാവരും പറയപ്പെട്ടു, ഇത് ശരിക്കും ബ്രാഹ്മണരനെയാട്ടോ. ബ്രാഹ്മണ്യം 3 ആൾക്കുണ്ട്, 5 ആൾക്കുണ്ട്, 6 ആൾക്കുണ്ട്. അതായത് കൃഷ്ണനുണ്ട്, പാണ്ഡവർക്കുണ്ട്. അപ്പോൾ ഇവർക്ക് 3 ആൾക്കും ബ്രാഹ്മണ്യം വേഷം കെട്ടലും കൂടി ഉണ്ടായപ്പോൾ ശരിക്കുള്ള ബ്രാഹ്മണരായി മാറി. അതാണ്. അങ്ങനെ അവർ ഭീമൻ പിന്നിൽ, അർജുനൻ നടുക്കിൽ, കൃഷ്ണൻ മുമ്പിൽ ആയിട്ട് ഇവിടുന്ന് അവിടെ എത്തി. മഗധയിലെത്തി. അപ്പോൾ തേവാരം ഇങ്ങനെ കഴിഞ്ഞ് വരുന്നു. നദിയിൽ നിന്ന് കയറിയിട്ടില്ല ആ സമയത്ത്. അങ്ങനെ കുറച്ച് നേരം കണ്ടു. നല്ല ശ്രദ്ധയൊക്കെ ഉണ്ട്. സമാധാനമായി, മനസ്സ് കുളിർത്തു നോക്കി. കൃഷ്ണ ഭാവഗ്രാഹിയാണല്ലോ, അപ്പോൾ കൃഷ്ണൻ നല്ലോണം കണ്ടു. അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് പുറത്ത് ഇറങ്ങി. പിന്നെയോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്ത് ചെയ്യണം? ഈ പുകഴ്ത്തുക കാര്യങ്ങളൊക്കെ ചെയ്യണം. അതേപോലെ കടമകൾ ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. അപ്പോൾ ജരാസന്ധനും അതൊക്കെ ചെയ്യണ ആളാണെന്നാണ്. അതേപോലെ ചില നിയമങ്ങളെയൊക്കെ അവിടെ ഇങ്ങനെ പറയണു. സഹനശീലമുള്ളവർ എല്ലാം സഹിക്കും എന്ന് വെച്ചാൽ പറഞ്ഞു എത്രയേ ഉള്ളൂ. നമുക്കറിയാമല്ലോ, സഹനശീലമുള്ളവരെല്ലാം സഹിക്കും, നമുക്ക് അറിഞ്ഞൂടെ? അതല്ല, സാത്വികരായിട്ടുള്ള ആളുകൾ അത് അങ്ങനെയുള്ള സഹനശീലമുള്ളവരായിരിക്കും. അതാണ്. അപ്പോൾ ആ വാക്ക് അങ്ങനെയാണല്ലോ, സംസ്കൃതത്തിലെ വാക്ക് അങ്ങനെയാണെന്ന് ഞാൻ അങ്ങനെ തന്നെ എഴുതി വെച്ചു. തിദിക്ഷ, ക്ഷമ, സഹനം, ഇങ്ങനെയുള്ള പലതുമുണ്ട്. അപ്പം അത് മുഴുവൻ ഉള്ള ഒരു രീതിയിലാണ് ജരാസന്ധനെ പുകഴ്ത്തുക കേട്ടോ. അതാണ്. ആര്? കൃഷ്ണനെ പുകഴ്ത്തുന്നത്. അതാണ്. അതേപോലെ ദുർജനങ്ങൾ എന്തും ചെയ്യും. അപ്പോൾ ദുർജനല്ല, അങ്ങ് ദുർജനല്ലാത്തതുകൊണ്ട് ആര്? ജരാസന്ധനെ. അതാണ്. അതേപോലെ ദാനം ചെയ്യുന്നവർ മഹാത്മാക്കളാണെങ്കിൽ അവർ എല്ലാം കൊടുക്കും. രന്തിദേവനെ പോലെ എല്ലാം കൊടുക്കും. ആ വംശത്തിൽപ്പെട്ട തന്നെയാണ് ഈ ജരാസന്ധന്. അതിൽപ്പെട്ടാണേ യഥാർത്ഥം. പിന്നെയോ എല്ലാവരോടും തുല്യത, അത് ജരാസന്ധന് പ്രത്യേകമാണ്. ജരാസന്ധനും ഈ കംസനും പ്രത്യേകത എന്താ വെച്ചാൽ അവർ
തോൽപ്പിക്കുക, വധിക്കൽ കുറവ് തന്നെയാണ്. എന്നുവെച്ചാൽ ജരാസന്ധനും ഇതേപോലെ കുറച്ച് സുഹൃത്ത് ബന്ധം കൂടുതലുള്ള ഒരാളാണ്. സാധാരണക്കാരെ പോലെയല്ല, കുറച്ചധികം സുഹൃത്ത് ബന്ധമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് സമഭാവന, തുല്യത, ഇങ്ങനെയുള്ള യോഗ്യതയൊക്കെ അങ്ങേക്കുണ്ട്. അതേപോലെ നശ്വരമായിട്ടുള്ള ശരീരം കൊണ്ട് കീർത്തി മാത്രമേ സമ്പാദിക്കാൻ പറ്റൂ. അനവധി രാജാക്കന്മാരുടെ കഥകളില്ലേ എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ നല്ല കർമ്മങ്ങൾ ചെയ്യാം, ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി എന്താ ഉണ്ടാവുക? രാജാക്കന്മാരൊക്കെ മരിച്ചു പോകും. അതിൻ്റെ സദ്ഫലമായിട്ടുള്ള യശസ് ഈ രാജാവാണ് ഇത് ചെയ്തത് എന്ന് രാജാവിൻ്റെ സദ്യശസ് ബാക്കിയാവും. അതുപോലെ അങ്ങും അതൊക്കെ ചെയ്യണട്ടോ എന്നതാണ് പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ ഹരിശ്ചന്ദ്രനെ, രന്തിദേവനെ, ശിബി, ഇങ്ങനെ പല പ്രവൃത്തികൾ ചെയ്ത് ഓരോരുത്തരെയും ഉദാഹരണമായിട്ട് പറഞ്ഞുകൊണ്ട് അതെല്ലാം ചെയ്തു. അപ്പോൾ ഈ ശബ്ദം വളരെ ഹൃദ്യമായിട്ടുള്ള ശബ്ദം. കൃഷ്ണൻ്റെ ശബ്ദം അങ്ങനെയാണല്ലോ, കളവാക്ക് ആണ്. കളിവാക്ക്, കളവാക്ക്, അതായത് സാരസം ഉണ്ടെന്നർത്ഥം. സാരമുണ്ട്, ഇഷ്ടാവുകയും ചെയ്യും, അതാണ് സാരസവാക്ക്. അപ്പോൾ കളവാക്കാണ്, കളവല്ല, കളി, തമാശയല്ല, എന്നാൽ ആ ഒരു രീതിയിൽ ഹാസല്യ, അതാണ്. അപ്പോൾ അങ്ങനെയുള്ള വാക്കാണ്. അപ്പോൾ അത് ജരാസന്ധൻ നല്ല പരിചയം. എന്താ, 17 വട്ടം മറ്റേ ജരാസന്ധൻ തോറ്റു, ഒരു വട്ടം കൃഷ്ണൻ തോറ്റു, എന്നല്ലേ? 17 വട്ടം കൃഷ്ണൻ ജയിച്ചു, പക്ഷേ ജരാസന്ധനെ വെറുതെ വിട്ടു. ഒരു വട്ടം ജരാസന്ധൻ ജയിച്ചു, കൃഷ്ണൻ ചാടിപ്പോകും. അപ്പോൾ നല്ല പരിചയമുണ്ട് ഈ ശബ്ദം കേട്ടപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ആരാന്നിങ്ങനെ ചോദിക്കാൻ വേണ്ടി തുടങ്ങിയതേ ഉള്ളൂ, പക്ഷേ തുടങ്ങിയില്ല. കയ്യമ്പിലെ ലക്ഷണങ്ങൾ, മുഖത്ത് എല്ലാ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഇത് ശബരിമൊക്കെ നല്ല ജ്ഞാനുണ്ടേ. അപ്പം നോക്കി കയ്യമ്പിലെ ഞാൻ തഴമ്പ് കണ്ടു. ഇപ്പോൾ ബ്രാഹ്മണരല്ല എന്ന് ഉറപ്പായി. പക്ഷേ ദ്രോണരൊക്കെ ഉണ്ട്. ഞാൻ തഴമ്പ് ദ്രോണരുടെ കയ്യിലുണ്ടാവില്ലേ? മറ്റേ ദ്രോണരായിട്ടുള്ള ഈ കൃപര്, ധൗമ്യൻ, അവർക്കൊക്കെ ഈ ഞാൻ തഴമ്പ് ഉണ്ടാവും കയ്യുമ്പിലേ. അപ്പോൾ അത് ഉറപ്പിക്കാനും വയ്യ. ഞാൻ തഴമ്പുണ്ട്, ബ്രാഹ്മണനല്ല തോന്നുന്നുണ്ട്. കള്ളത്തരം, കള്ളനെ കള്ളവുള്ളതറിയാം. രണ്ടുപേരും കള്ളന്മാരാണ്. കൃഷ്ണനും കള്ളനാണ്, ജരാസന്ധനും കള്ളനാണ്. കാര്യസാധ്യത്തിനാണ് വന്നത് അല്ലേ എന്ന് സ്വയം അവനവനോട് ചോദിച്ചു ജരാസന്ധനെ. ഈ 3 പേര് വന്നത് ബ്രാഹ്മണ്യം കാണാനില്ല, അതാണ്. ശരിക്കും സൂക്ഷ്മം അറിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്താ പറഞ്ഞ 3 പേരും ബ്രാഹ്മണരാണെന്ന് ഉറപ്പിച്ച് ബാക്കിയുള്ളവരൊക്കെ അതിനെ പുകഴ്ത്തുണ്ടായത്. ജരാസന്ധൻ അപ്പം എടുക്കണല്ലേ, കണ്ട് ലക്ഷണം കൊണ്ട് മനസ്സിലാക്കി. അതാണ്. പിന്നെയോ, ഏത് വേഷം കെട്ടിയാലും, നിങ്ങൾ എന്ത് മറ്റേ കാപട്യം കാണിച്ചാലും, ഇപ്പോൾ വന്നത് ഈ ബ്രാഹ്മണ വേഷത്തിലായതുകൊണ്ട് നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും ഞാൻ തരും എന്ന് അഡ്വാൻസ് ചെയ്ത് പറഞ്ഞു. ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊന്നുമല്ല, എന്താവശ്യപ്പെട്ടാലും തരാം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ബലിയുടെ ബലിയുടെ അച്ഛൻ വിരോചനൻ മറ്റേ എന്താ കൊടുത്തത്? ജീവനെ വരെ ദാനം കൊടുത്തു. അതറിയില്ലേ? പ്രഹ്ലാദൻ്റെ മകൻ. അതെ. മറ്റേ കള്ളവേഷത്തിൽ ഇന്ദ്രൻ വന്നപ്പോൾ ജീവനെയാണ് കൊടുത്തത്, അത് കൊടുത്തു. അതേപോലെ ബലി വന്നപ്പോൾ സർവസ്വം കൊടുത്തു. അതിനെ വിഷ്ണുവും തരാക്കിയിട്ടൊക്കെ ഉണ്ട്. അതുപോലെ ഞാനും ദാനവീരൻ തന്നെയാണ്. വേണ്ടി വന്നാൽ ഞാൻ എൻ്റെ തലേനെ തരാമെന്ന് പറഞ്ഞു. എനിക്ക് കീർത്തിയാണ് പ്രധാനം എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറയാതെ കൊണ്ട് പറഞ്ഞു, തലേനെ ഞങ്ങൾക്ക് വേണ്ടത്, അത് ദാനമായിട്ട് ചോദിക്കൽ പതിവില്ല, അത്രയേ ഉള്ളൂ. ശരി, ഭഗവാൻ പറഞ്ഞു, ഞങ്ങൾക്ക് അത്രയ്ക്കൊന്നുള്ള ഈ അതിമോഹം ഉണ്ടല്ലോ, അതൊന്നും ഞങ്ങൾക്ക് ഒട്ടുമില്ല. എന്തെങ്കിലും കുറച്ച് ആവശ്യമുണ്ട്, പക്ഷെ തരാമെന്ന് സത്യം ചെയ്താലേ ആവശ്യം പറയുള്ളൂ. എന്നാൽ ശരി, സത്യം പറഞ്ഞു. സത്യം പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു ദ്വന്ദ്വയുദ്ധം വേണമെന്ന് പറഞ്ഞു. ദ്വന്ദ്വയുദ്ധം വേണമെന്ന് പറഞ്ഞു. മാത്രമല്ല, ഞങ്ങൾ എന്നാ അന്നകാംക്ഷിണ, ഇത് ഉണ്ണാൻ വന്ന ബ്രാഹ്മണരല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് മധ്യമ പാണ്ഡവനായിട്ടുള്ള അർജുനനാണ്, മറ്റേ ഇത് അർജുനൻ്റെ ഏട്ടൻ ഭീമനാണ്, ഞാൻ അങ്ങയുടെ ശത്രുവാണ്. അതാണ് കേട്ടതോട് കൂടിയിട്ട് തേരിപ്പും എന്നാ പറഞ്ഞത്, അങ്ങയുടെ ശത്രു എന്നാ പറഞ്ഞത്. അപ്പോൾ ജരാസന്ധൻ ഉറക്കെ അട്ടഹസിച്ച് ചിരിച്ചു എന്നാ. ഒരു ഭീരു എങ്ങനെയാണോ തൻ്റെ ഭീരുത്വം മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കപടമായിട്ട് ഹാസം ചെയ്യുന്നത്, അതിനെ അട്ടഹാസം എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഭീരുവായിട്ട് അട്ടഹസിച്ചു. അത് കണ്ടപ്പോൾ ഭീമനും അർജുനനും ഇത് മനസ്സിലായില്ല, കൃഷ്ണന് നല്ല മനസ്സിലായി ഈ ചിരി കണ്ടപ്പോഴേ. അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു. മറ്റേ എന്താ പറഞ്ഞത് ജരാസന്ധൻ? എന്നെ കണ്ടിട്ട് ഒളിച്ചോടിയവനല്ലേ നീയ്, എനിക്ക് നിന്നെ പേടിയില്ല. മനസ്സിലായില്ലേ? പിന്നെ തോറ്റ് ഓടിയവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ദ്വന്ദ്വയുദ്ധം പറ്റില്ല. ശരീരം കൊണ്ട് കൃഷ്ണൻ ചെറുതും ജരാസന്ധൻ വലുതുമാണ്. അപ്പം അതുകൊണ്ട് അതും പാടില്ല. പിന്നെ അർജുനനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ ഇത്ര പോയതൊരു കുട്ടി, ചെറിയ കുട്ടിയാണല്ലോ അർജുനനെ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളോട് ഞാൻ യുദ്ധം ചെയ്യാൻ പറ്റില്ല, എനിക്ക് കളിയായിട്ട് യുദ്ധം ചെയ്യാത്ത ഇഷ്ടമില്ല.
പിന്നെ ഭീമനെ നോക്കി പറഞ്ഞു, കണ്ടാൽ ശരീരം കൊണ്ടും തുല്യാണ്, അപ്പോൾ ആ നിലയ്ക്ക് തുല്യ ബലം കൊണ്ടും തുല്യമാണ്. ഭീമസ് തുല്യ ബലോ മമ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭീമനായിട്ട് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞു. ശരി, സമ്മതിച്ചു. അവിടെ എന്താ പ്രത്യേകത വെച്ചാൽ എന്നും ഇതേപോലെയുള്ള രാജാക്കന്മാരായിട്ടോ മല്ലന്മാരായിട്ടോ യുദ്ധം പരിശീലിക്കുകയും ചെയ്യും. ഇതേപോലെയുള്ള വെല്ലുവിളികളുണ്ട്. അവിടെ രാജാവിനെ കൊല്ലാൻ വേണ്ട വെച്ചാൽ അത് ചെയ്യും, ഇതൊക്കെ ചെയ്യും. അപ്പോൾ ബലിപീഠം അവിടെ എന്നും ഉണ്ട്, അല്ലെങ്കിൽ ഈ യുദ്ധം വീര്യം പ്രകടിപ്പിക്കാനുള്ള ഒരു സ്ഥലം, ഒരു പീഠമായിട്ട് തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അത് ഈ തുടങ്ങി മല്ലയുദ്ധം. എങ്ങനെയാണ് തുടങ്ങിയത്? ആയുധ ശേഖരത്തിൽ എത്രയാണോ ഗുണമുള്ളത്, എത്രയാണോ മറ്റേ ഈ ഒടിയാത്തത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ചില ലക്ഷണങ്ങളാണ്. അതിലേറ്റവും നല്ലത് 2 ഗദ എടുത്തു. എന്നിട്ട് ഏത് വേണിച്ചാൽ എടുക്കാം എന്ന് ഭീമനോട് പറഞ്ഞത്. ഏത് നിരായുധനായിട്ടാണ് ചെന്നതേ. അയാളെ കൊല്ലാനുള്ള ആയുധം അയാളെ തന്നെ വാങ്ങിയിട്ട് അയാളെ തന്നെ കൊന്നതാണ്. അങ്ങനെ ഗദ വാങ്ങി 2 പേരും കൂടിയിട്ട് യുദ്ധം ചെയ്തു. എങ്ങനെ? 27 പകല് 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു. നല്ല അടിയാട്ടോ. എല്ലൊക്കെ പൊട്ടി ഭീമൻ്റെ. ജരാസന്ധനും അത്യാവശ്യം പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ജരാസന്ധൻ എന്താ വെച്ചാൽ നല്ല ശീലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വേഗം ജരാസന്ധനാണ്, ജരയാൽ സന്ധിക്കപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ല് പൊട്ടിയാലൊന്നും സംഭവിക്കില്ല, വീണ്ടും അത് കൂടിച്ചേരും. അതാണ് ഭീമൻ. ആ യോഗ്യത ഇല്ല. ഭീമന് ഈ ശക്തി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലിങ്ങനെ പൊട്ടിപ്പോണ്ട് അങ്ങനെ ഉള്ളിലിങ്ങനെ തോന്നാൻ തുടങ്ങി. ഞാനിപ്പോൾ അഥവാ അയാളെ കൊന്നു തന്നെ കൂട്ടുക. ഈ യുദ്ധത്തിൽ എനിക്ക് കിട്ടിയതായിട്ടുള്ള പരിക്ക് മുഴുവൻ ഞാൻ സ്വയം അനുഭവിക്കുക. എന്നിട്ട് ക്രെഡിറ്റ് ആർക്കാ? ഏട്ടൻ ജയിച്ചു, യുധിഷ്ഠിരനെ ജയിച്ചു എന്ന്. അപ്പോൾ അത് വലിയ കഷ്ടമാണ്. ഒരു ദിവസം കുറച്ച് അധികം എല്ലുകൾ പൊട്ടിയതാണ്. അപ്പോൾ രാത്രി ഭീമൻ ഈ കൃഷ്ണനോട് പറഞ്ഞു, അതേ യുദ്ധം ജയിക്കുന്നത് തോന്നുന്നില്ല. ഇന്നിപ്പോൾ 27 ദിവസം കഴിഞ്ഞ് നാളെ 28ാമത്തെ ദിവസമായി. ഞാൻ പോണില്ല, ഇനി അടുത്തിനും പോയിക്കോട്ടെ. തല്ലുകളിൽ എനിക്ക് മാത്രമല്ല അയൽക്കാവാലോ. എന്തായാലും ക്രെഡിറ്റ് ഏട്ടനാണ്. അപ്പോൾ കൃഷ്ണൻ ഒന്ന് മായ കാട്ടി, ഒന്ന് തലോടി കഴിഞ്ഞപ്പോൾ ഈ എല്ലൊക്കെ യോജിച്ചു. ജരാസന്ധൻ വെച്ചാൽ ഇവിടെ മറ്റേ കൃഷ്ണസന്ധനാണ്, അത്രേ ഉള്ളൂ. ഏതായാലും നല്ലോണം ആശ്വസിപ്പിച്ചു. മനസ്സിനെയും ശരീരത്തിനെയും ഒരേപോലെ ബലപ്പെടുത്തി അന്ന് നല്ലോണം കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ യുദ്ധത്തിന് പോകുമ്പോൾ നല്ല ഉഷാറായപ്പോൾ ഭീമൻ വിചാരിച്ചു ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അന്നത്തെ യുദ്ധത്തിൽ കുറച്ചധികം വീര്യം കാണിച്ചു. ഈ ജരാസന്ധൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എത്രത്തോളം വീര്യം ശത്രു കാണിക്കണോ അതിൻ്റെ ഇരട്ടി വീര്യം കാണിക്കാനുള്ള കഴിവുണ്ട് ജരാസന്ധന്. അതുകൊണ്ട് ഭീമൻ ഈ കേമായിട്ട് വീര്യം കാണിച്ചതൊന്നും ജരാസന്ധൻ്റെ അടുത്ത് ഏശിയില്ല. അപ്പോൾ പരമാവധി എല്ലാം ചെയ്തു നോക്കിയിട്ടും ഫലമൊന്നും കാണാനില്ല. അപ്പോൾ കൃഷ്ണനെ നോക്കി, ഇതെന്താ അത് അടി കൊള്ളുണ്ട് പൊട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താ വേണ്ടത്? ശരിയാണ്ടേ. അപ്പോൾ ഭഗവാൻ ഒരു കൊമ്പെടുത്തിട്ട് ഒന്നിങ്ങനെ കീറി കാണിച്ചു കൊടുത്തു, ഒന്ന് രണ്ടിട്ട് കൊടുത്തു. അപ്പോൾ ഭാഗവതത്തിൽ ഒരു തവണയേ പറഞ്ഞിട്ടുള്ളൂ, ഭാരതത്തിൽ 2-3 തവണയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കൊമ്പ് കയറിയപ്പോൾ മറ്റേ കാല് ചവിട്ടിയിട്ട് മറ്റേ കാലും ഇങ്ങോട്ട് പൊന്തിച്ചു, അങ്ങോട്ട് വലിച്ചു, എന്നിട്ട് അത് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിലത്തെ പ്രകാരത്തിനാച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്തതാണ്. ഭാഗവതത്തിൽ ഒറ്റ തവണ പറയും, ആവർത്തനം ഭാഗവതത്തിലില്ല. എന്നിട്ട് നേരെ ആദ്യം ഇട്ടു, അത് വീണ്ടും കൂടിച്ചേർന്നു. വീണ്ടും അത്യുത്സാഹത്തോട് കൂടിയിട്ട് ജരാസന്ധൻ വന്നു. അപ്പോൾ വല്ലാത്തൊരവസ്ഥ വന്നു. വീണ്ടും കൃഷ്ണനെ നോക്കി, അപ്പോൾ സന്ധി കൊടുത്തു, അങ്ങടും ഇങ്ങോട്ടും ഇടണം എന്ന് പറഞ്ഞു. അങ്ങനെ തലക്കട മാറ്റിയിട്ട് ഇട്ടു, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇട്ടു. അങ്ങനെ ആയാൽ മാത്രമേ ഇതുള്ളൂ. അങ്ങനെ ജരാസന്ധനെ വധിച്ചു. എങ്ങനെ? വളരെ കഷ്ടപ്പെട്ട് എന്നുള്ളൊരു വാക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ആന പട്ട ചെയ്യുന്ന പോലെ. നോക്കൂ, കഷ്ടപ്പെട്ടല്ല ചെയ്തതേ, വളരെ നിസ്സാരമായിട്ടാണ്. അതായത് ഭീമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണനാണല്ലോ, പ്രാണൻ്റെ മകനാണ് ഭീമൻ. അപ്പോൾ പ്രാണോർജം ടോട്ടലാണ്. അപ്പോൾ ആ നിലയ്ക്ക് അത് എത്രയാണെന്ന് വെച്ചാൽ ആ പ്രയോഗേ വേണ്ടു. ഇപ്പോൾ ഇവിടെ ഭീമൻ മാക്സിമത്തിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഇത് പ്രശ്നമല്ല സ്വതേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആന പട്ട ചെയ്യുന്ന പോലെ. ആനയ്ക്ക് ഇത് തുമ്പി നീന്തി ഇത് തിന്നെ അത്രയല്ലേ വേണ്ടു, അതിന് വലിയ പ്രയാസമുണ്ട്. ഒരു പ്രയാസമില്ല എന്ന കൂട്ടത്തിൽ അത് ചെയ്തു എന്നാണ്. അങ്ങനെ ജരാസന്ധൻ മരിച്ചു. ജരാസന്ധൻ മരിച്ച സമയത്ത് മറ്റേ ഈ ജരാസന്ധൻ്റെ പത്നിമാർ 2 പേരാണ്, കംസൻ്റെ മക്കളാണ്, അസ്ഥിപ്രാപ്തി. അവർ വന്നിട്ട് ജരാസന്ധൻ്റെ മക്കളാണ് കംസൻ്റെ ഭാര്യമാരാട്ടോ. അങ്ങനെയാണ് അങ്ങനെയല്ല. ഇവിടെ ജരാസന്ധൻ എപ്രകാരത്തിലാണ് ഈ യോഗം വന്നതെന്നുള്ള കഥയാണ് പറഞ്ഞത്. ബൃഹദ്രൻ എന്നുള്ള രാജാവ്, ആ രാജാവിന് സന്താനമില്ല. അങ്ങനെ സന്താനമില്ലാത്തപ്പോൾ എന്താ വേണ്ടതെന്ന് വിചാരിച്ചിരിക്കുന്നു. ഏതാ മഹർഷിയുടെ പേരൊന്നും കാണാനില്ല. ഒരു മഹർഷി വന്നു, മറ്റേ ഒരു പഴം കൊടുത്തു എന്നതാണ്, അല്ലെങ്കിൽ യതി എന്നായിക്കോട്ടെ, ആരാച്ചായിക്കോട്ടെ, ഏതായാലും പഴം കൊടുത്തു. ആ പഴം
മറ്റേ പത്നിമാർക്ക് കൊടുത്തു. മൂത്ത ആൾക്ക് കൊടുത്തു, അത് രണ്ടാക്കി രണ്ടുപേരും കഴിച്ചു. അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഭാഗം വെച്ചു. അപ്പോൾ രണ്ടുപേരും കഴിച്ചു. അങ്ങനെയാണ് രണ്ട് ഇതായിട്ട് പകുതിയായിട്ട് ജനിച്ചത്. രണ്ടുപേർക്കും ഉണ്ണി ഉണ്ടാവില്ല ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഇതെന്താ വേണം ശരിയുണ്ടായി. അപ്പോൾ ബൃഹദരഥ രാജാവ് കാട്ടിൽ കൊണ്ടുപോയിട്ട് കളയാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കി. അങ്ങനെ ചെയ്തപ്പോൾ അവിടെ കൊണ്ട് ഇട്ടു പോകുന്നേ ഉള്ളൂ. അപ്പോഴാണ് ജര വന്ന് കണ്ടത്. അപ്പോൾ അത് തൻ്റെ ഭക്തനാണ്. ഭക്തൻ്റെ ഈ ഉണ്ണിക്കാണ് ഇങ്ങനെ ഒരു ആപത്ത് വന്നത്. അപ്പോൾ അതുകൊണ്ട് ജര അതിനെ കൂട്ടിച്ചേർത്ത് ജീവ എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ണി ജീവിച്ചു. ആ ഉണ്ണിയാണ് ഈ പ്രകാരത്തിൽ രണ്ടാക്കിയപ്പോൾ മരിച്ചു പോയത് എന്നുള്ള കഥ പറഞ്ഞു. അങ്ങനെ മഗധ അപ്പോൾ ആരുടെ സ്വന്തമായി? ഭീമൻ്റെ സ്വന്തമായി. ഇപ്പോൾ ഭീമൻ്റെ സ്വന്തമായതൊക്കെ യുധിഷ്ഠിരനാണ് സ്വന്തം, അല്ലാണ്ട് ഭീമൻ്റെ സ്വന്തമല്ല. അടി മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ നേരിട്ട് 3-4 കൂടിയിട്ട് ചെന്നു. പർവ്വതത്തിൽ പാറയുണ്ട്. പാറ തുറന്നിട്ടാണ് രാജാക്കന്മാരെ അതിൽ കൊണ്ട് കാരാഗ്രഹത്തിൽ കൊണ്ട് അടച്ചിറക്കുന്നത്. അപ്പോൾ ശ്വാസം കിട്ടി താമസിച്ചില്ല. കുറച്ച് സൂര്യപ്രകാശം ശേഷം വരുമ്പോൾ ചില വളരെ ഇരുട്ട് മുറിയാണ്. എന്നുവെച്ചാൽ ഒട്ടുമില്ല. ഇതിന് കിട്ടാൻ എന്തൊരു കണക്കുണ്ട്. ആ കണക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതാണ്. ഏതായാലും ഗുഹ തുറന്നു. ഈ രാജാക്കന്മാരെ പുറത്തേക്കാക്കി. അപ്പോൾ ഒരു ഇരുട്ട് മുറി ആയതുകൊണ്ട് പുറത്തേക്ക് വന്നപ്പോൾ കണ്ണ് കാണാല് ചെറിയ പ്രകാശം പോലും വലിയ സൂര്യപ്രകാശം പോലെ വരിക. അപ്പോഴാണ് കൃഷ്ണൻ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് 1000 കോടി സൂര്യൻ്റെ പ്രഭയായി. അപ്പോൾ കൃഷ്ണനെ കണ്ടപ്പോൾ എത്രയാ ചോദിച്ചാൽ സന്തോഷം അറിയില്ല. അതേപോലെ ആകെ മേലും മുഴുവൻ ചളിയും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ആകെ പ്രശ്നം. അപ്പോൾ ഭഗവാനെ കണ്ടു. ഭഗവാൻ കണ്ടപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? പ്രകാശത്തെയൊക്കെ പിൻവലിച്ചു. എന്നിട്ട് ഇവർക്ക് കാണാൻ തോക്കണമല്ല, അല്ലെങ്കിൽ ദിവ്യമായുള്ള ചക്ഷുസ്, ദിവ്യം ചക്ഷു തേ ദദാമി ഇല്ലേ. ഏതായാലും അവിടെയും അതുപോലെയൊക്കെ തന്നെ ചെയ്തു. എങ്ങനെയായാലും അപ്പോൾ നന്നായിട്ട് കണ്ടു. മഞ്ഞപ്പട്ടടുത്തുള്ള 4 കൈയുള്ള കൃഷ്ണൻ ഈശ്വരഭാവത്തിലാണ് കാണിച്ചു കൊടുത്ത്. അതേപോലെ താമരക്കണ്ണ, പ്രസന്നമുഖം, മകരകുണ്ടലം, ആട, ആഭരണങ്ങൾ, വനമാല, അങ്ങനെയല്ലേ ശരിക്കുള്ള ഒരു ഈശ്വരഭാവത്തിൽ നല്ലോണം കാണിച്ചു കൊടുത്തു. ആ കൃഷ്ണനെ അവർ കണ്ണുകൊണ്ട് കുടിച്ചു, മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്തു, കാലിൽ വീണു, തല കാലുമ്പിൽ മുട്ടിച്ചു, പിന്നെ നമസ്കാരം, കുറച്ചൊരു വിശദീകരണം. അതാണ് ലേലിഹാൻ എന്നൊക്കെ കൊണ്ട് കുറേ കാര്യങ്ങളുണ്ട്. നക്ക് പിടിക്കുക എന്തൊക്കെയാണ് വേണ്ടത് ശരി ആഹരിച്ചു എന്നർത്ഥം മൊത്തം. ഏതായാലും എല്ലാ ക്ലേശങ്ങളും മറന്നു കൃഷ്ണനെ നമസ്കരിച്ചു. ആ ദേവദേവനായിട്ടുള്ള ശരണാഗതവത്സനായിട്ടുള്ള സംസാരത്തെ തീർക്കുന്നതായിട്ടുള്ള ജരാസന്ധനെ കൊന്നതായിട്ടുള്ള എന്നല്ല പറഞ്ഞത്. ജരാസന്ധൻ കാരണം അങ്ങയെ കാണാൻ സാധിച്ചുല്ലോ, ജരാസന്ധായ നമ. മനസ്സിലായില്ല? ജരാസന്ധനാണല്ലോ ഇവരെ കാരാഗ്രഹത്തിലിട്ടത്. കാരാഗ്രഹത്തിലിട്ടപ്പോഴാണല്ലോ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ കിട്ടാനായിട്ടും ഇവരുടെ ഈ ക്ലേശാദി കാര്യങ്ങളിൽ അവരുടെ തമ്മിലുള്ള തല്ലൂട്ടം മാറിയതും അവർ തമ്മിലുള്ളൊരു സംഘമായതും. എന്നുവെച്ചാൽ അവർ പിന്നെ തല്ലുടിയില്ല. അപ്പോൾ സംഘമാവാനുള്ള കാരണം. അപ്പോൾ ഇതൊക്കെ കാരണം ജരാസന്ധനാണ്. പിന്നെ ആ ജരാസന്ധൻ്റെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് മോചിക്കാനുള്ള കാരണം രാജസൂയാരി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പ്രേരണ കൊടുത്തപ്പോൾ അത് രക്ഷിച്ചതൊക്കെ ഈശ്വരനാണ്, കൃഷ്ണനാണ്. അപ്പോൾ അതിനും കാരണം എന്താ? ജരാസന്ധൻ കാരാഗ്രഹത്തിൽ ഇട്ടത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ജരാസന്ധൻ ഇപ്പം ഞങ്ങൾക്ക് അങ്ങയെ പോലെയാണ്, അങ്ങനെയാണ്. അപ്പോൾ ഒട്ടും കുറ്റപ്പെടുത്തിയില്ല. അപ്പോൾ എന്തായി അവിടെ? ശത്രുത മറന്ന ഭാവമായി എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഇനി കൽമഷമില്ല. ഇതൊക്കെ സൂത്രാണേ. നമ്മൾ കുറച്ച് കാലം ദുഃഖിച്ചാൽ മതി. ഇപ്പോൾ ദുഃഖിക്കുന്നത് വെച്ചാൽ പേടിക്കാമെന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ നല്ല സുഖം വരും. എങ്ങനെയാണ് സുഖം വരിക? ഇഡ്ഡലി ചിലപ്പോൾ പഴംചോറ് ഉരുട്ടിയത് അതാവും ചിലപ്പോൾ കഴിക്കുന്നുണ്ടാവുക. പക്ഷേ ഇഡ്ഡലിയേക്കാൾ സ്വാദ് ഉണ്ടാവും ആ പഴംചോറിന്, ഈ ഉരുട്ടി വെച്ച ചോറിന്. അതാണ് ഈ കിട്ടുന്ന ഇഡ്ഡലിയല്ല, പക്ഷേ കിട്ടുന്നത് കൊണ്ട് എതിർച്ചാലാപ തുഷ്ടി ഉണ്ടാവും. അത്രയേ ഉള്ളൂ. എന്ന കൂട്ടത്തിൽ ഇവർ എതിർച്ചാലാപ തുഷ്ടിയുള്ളവരായി. അതുകൊണ്ട് മനസ്സ് മാറി ശുദ്ധമായി. അതാണ് ആപത്തിൽ രക്ഷിച്ചതായിട്ടുള്ള ഭഗവാനെ. അതേപോലെ രാജ ഐശ്വര്യങ്ങൾക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു, അതെല്ലാം ഇല്ലാണ്ടായി. പിന്നെ ഈ ലോകം ശാശ്വതമല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മരീചിക കണ്ടിട്ട് ജലം ഉണ്ടെന്ന് അന്വേഷിച്ച് പോണ പോലെ ഞങ്ങൾ അജ്ഞരായിരുന്നു. അന്വേഷിച്ചു, കിട്ടിയില്ല എന്ന് മനസ്സിലായി. അതേപോലെ തന്നെ പല തരത്തിൽ തമ്മിൽ തല്ലൂടായിരുന്നു, നിർദ്ദയരായിരുന്നു. ഞങ്ങളൊക്കെ പാവങ്ങളെയൊക്കെ കുറേ വധിച്ചിട്ടുണ്ട്. അതിൻ്റെ ശിക്ഷയൊക്കെ ഇതാ അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആഹാരം കൊടുക്കാണ്ട് കുറേ ആൾക്കാരെ പട്ടിണിക്കിട്ടുണ്ട്. ഞങ്ങളും പട്ടിണിക്കിട്ടുള്ളൂ ജരാസന്ധനെ. അതേപോലെ കാലസ്വരൂപിയായിട്ടുള്ള അങ്ങിതാ ഇപ്പോൾ നേർബുദ്ധി കാണിച്ചു തന്നിരിക്കുന്നു. ഞങ്ങൾ പശ്ചാത്തപിച്ചിരിക്കുന്നു. ഞങ്ങളെ വിഷയങ്ങളിൽ പെട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കണേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്നും ഭക്തനായിട്ട് തീരണേ. അതുകൊണ്ട് അതാണ് തന്ന സവാരിശോപായം യേനതേ ചരണാബ്ജയോ സ്മൃതിർ യഥാന വിരമേതാപി സംസരതാമിഹ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാ ദിവസവും ചെല്ലാറില്ലേ? ഭാഗവതത്തിലെ ഒരു ശ്ലോകമാണത്. അപ്പോൾ ഭാഗവതം നിങ്ങൾക്ക് അറിയില്ല എന്നുകൊണ്ട് കാര്യമില്ല, അറിയും. എന്താ ചോദിച്ചത്? ഇനി എത്ര ജന്മം കിട്ടിയാലും ഭഗവാന്റെ ഈ പാദസ്മരണ ഒരിക്കലും നഷ്ടപ്പെടരുത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഭഗവാനെ സ്മരിക്കുന്നു എന്ന് പ്രകാരം പറഞ്ഞു. ഭഗവാൻ സ്തുതിയൊക്കെ കേട്ടു. പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾ ഇനി സന്യസിക്കുകയാണ്.
ഭാര്യമാർക്ക് വേണ്ടിയിട്ടാണ് ഇവര് മോചിപ്പിച്ചതേ. അപ്പോൾ പറഞ്ഞു അത് പറ്റില്ല, നിങ്ങൾക്ക് സന്യസിക്കാറായില്ല, ഭാര്യ ഉപേക്ഷിച്ചാൽ സന്യസിക്കുക, ഭാര്യമാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പുറത്തേക്ക് ആക്കിയത്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ധനമില്ല, വസ്ത്രമില്ല, മറ്റേതൊന്നുമില്ല, അതൊക്കെ ഉണ്ട്. ഒക്കെ പാണ്ഡവർ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ കുറവണമെന്നുണ്ട്, ഒക്കെ വെറുതെ ഇരിക്കുക, പെട്ടി മൂലയ്ക്ക് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഉണ്ട്. ഏതായാലും അവർക്ക് വേണ്ടത് മുഴുവന് കൃഷ്ണൻ്റെ നല്ലാട്ടോ എടുത്ത് കൊടുത്ത്, പാണ്ഡവരുടെ എടുത്ത് കൊടുത്തു. നമ്മൾ മതിയില്ലേ എപ്പോഴും പഴശ്ശേരി എന്നൊക്കെ നിങ്ങൾ എടുത്ത് കൊടുക്കും, നിങ്ങളുടേതൊന്നും കൊണ്ടുവന്നിട്ട് കൊടുക്കില്ല. അതൊക്കെ എനിക്കറിയാം. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്തു, അതൊക്കെ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് വൃദ്ധിയേ ഉണ്ടാവുള്ളൂ, കാരണം ധൂർത്തില്ല, അപ്പോൾ വൃദ്ധിയേ ഉണ്ടാവുള്ളൂ. പിന്നെ കൊടുക്കുന്നത് ആരാ? ഭഗവാനാണ് കൊടുക്കുന്നത്. ഭഗവാൻ കൊടുത്തതിന് പിന്നെ പതനമില്ലല്ലോ, പിന്നെ ഇങ്ങനെ വളർച്ച അത്രയേ ഉള്ളൂ. ഭഗവാൻ പോകുമ്പോൾ ഈ ഇവിടുന്ന് സന്തോഷമായിട്ടാണ് പോകുന്നത്. പോകണപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ ഒരാവശ്യത്തിന് വിളിക്കുക, അപ്പോൾ കൊണ്ട് വരണം കേട്ടോ, എന്തിന് കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിക്കാൻ വേണ്ടിയിട്ട് വരുമെന്ന്. സൈന്യങ്ങൾ സന്യസിക്കാൻ പോകാമെന്നാണല്ലോ പറഞ്ഞത്. സന്യസിക്കാൻ വലിയ താമസമാണ് മരിക്കേ. അപ്പോൾ ഇപ്പം മരിക്കണ്ട, മരിക്കാൻ ഞാൻ സമയമുണ്ട്, അപ്പം ഞാൻ വിളിക്കുക, അപ്പം വരണം, മരിക്കാൻ തയ്യാറായിട്ട് വന്നോളൂ. ശരി, ഞങ്ങൾ വന്നോളാം. അതാണ്. ഏതായാലും അങ്ങനെ വന്നു. മറ്റേ ഇവർ പറഞ്ഞയച്ചു. അവിടെ നിന്ന് തിരിച്ച് എല്ലാവരും കൂടിയിട്ട് യാത്രയാവണം. എവിടേക്ക്? യുധിഷ്ഠിരൻ്റെ അടുത്തേക്ക് യാത്രയാവണം. അപ്പോൾ ഭീമൻ മുമ്പിലാണ്, അർജുനൻ നടുക്കിൽ, കൃഷ്ണൻ പിന്നിൽ. ഇവർ രണ്ടുപേരും തന്നെ പറയേണ്ട സംശയമുണ്ട്. എന്താ പറയണത്? ഭീമൻ മറ്റേ ജരാസന്ധനെ വരിച്ചിരിക്കുന്നു, മറ്റേ ക്രെഡിറ്റ് യുധിഷ്ഠിരനല്ലാന്ന് മനസ്സിലായില്ലേ? അകത്താണ് ചെന്നപ്പോളേ യുധിഷ്ഠിരൻ ജയിക്കട്ടെ, കൃഷ്ണൻ ജയിക്കട്ടെ എന്നായി. ഭീമന് ഇനി ഇത്ര ചുണ്ടിയുള്ളൊന്നുമില്ല, അത്ര ചുണ്ടിയായി. എന്തെങ്കിലും ആവട്ടെ, ഏട്ടാ ഞങ്ങൾ ജരാസന്ധനെ ജയിച്ചിരിക്കുന്നു കേട്ടോ. ശരി, ഇപ്പം ഇനി രാജസൂയം ചെയ്യാനുള്ള അത് എനിക്ക് കലായിട്ടോ ഭഗവാനെ, ഇനി വൈകണ്ട, എന്താ വേണ്ട ചാതാവാം ഒരുക്കം തുടങ്ങി. അപ്പോൾ ജംബൂ ദ്വീപിലുള്ള എല്ലാവരെയും ക്ഷണിച്ചു എന്നതാണ്. ക്ഷണിച്ചിട്ടും ക്ഷണിക്കാതെ തന്നെ എല്ലാവർക്കും ചെല്ലാം, ക്ഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ചില എല്ലാ ഏർപ്പാടുകളൊക്കെ ചെയ്തു. അങ്ങനെ ചില മറ്റേ ഉപവാസം കാര്യങ്ങളൊക്കെ വേണം, തയ്യാറാവൽ വേണം. അപ്പോൾ അതേപോലെ 29 ഹോതാക്കളെ, അതൊക്കെ ഒരു പ്രത്യേക യാഗമാണ്. കാരണം 27 ഹോതാക്കളെ കൃഷ്ണൻ പോലും ഈ യാഗം ചെയ്യുമ്പോൾ എടുത്തിട്ടുള്ളൂ. ഇവിടെ 29 ഹോതാക്കളെ എടുത്തു എന്നാണ്. അപ്പോൾ പരിപൂർണമാണ്. അപ്പോൾ അങ്ങനെയാണ് കൃഷ്ണനാണ് ശരിക്കും യാഗം നടത്തിച്ചത്. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. വരുണൻ്റെ യാഗം, മരുത്തൻ്റെ യാഗം, അത് കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണൻ്റെ യാഗം ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. വേറൊരു യാഗമുണ്ട്, അത് മറ്റേ പ്രദ്യുമ്നൻ്റെ യാഗമാണ്. അതിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. സ്വതയുണ്ട് ഈ യാഗത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ യാഗം മറ്റേ ഈ പ്രദ്യുമ്നൻ്റെ യാഗമാണ്. ദേവന്മാർ ചെയ്തതിൽ ഏറ്റവും വലിയ യാഗം വരുണൻ്റെ യാഗമാണ്. അപ്പോൾ വരുണൻ്റെ യാഗം, അതേപോലെ മരുത്തൻ്റെ യാഗം, അതിനുശേഷം പിന്നെ ഈ രാജസൂയമാണ്, യുധിഷ്ഠിരൻ്റെ യാഗമാണ് ഏറ്റവും വലുത് എന്നെല്ലാം പറയണം. അപ്പോൾ ഇതിങ്ങനെ ഗോപ്യം. അങ്ങനെ ധാരാളം ഒരു ചിട്ടയോട് കൂടിയിട്ടാണ് ഇന്ന രീതിയിലൊക്കെ പോകുക, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ജയം കഴിഞ്ഞു, ഇത് ഭൂമിയെ ജയിക്കൽ കഴിഞ്ഞു. പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ അതാത് കർമ്മങ്ങൾ, ദേവജയം, മറ്റേ പിതൃജയം, അങ്ങനെ കുറേശ്ശെ ഓരോരോ കാര്യങ്ങൾ ജയിക്കുകയാണ്. അതിൽ ഈ ഇപ്പം നിലവിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും മുഖ്യനായിട്ടുള്ള ഒരാളെ യാഗത്തിൻ്റെ ഒത്ത നടുക്ക് വെച്ചിട്ട് ഏറ്റവും മുമ്പൻ ഇയാളാണ്, മുഖ്യൻ ഇയാളാണ്, പ്രഥമൻ ഇയാളാണ് എന്ന് പറഞ്ഞിട്ട് പൂജിക്കണം. അതാണ് അഗ്രാസന പൂജ. ഏറ്റവും അഗ്രത്തിൽ, ഏറ്റവും മുന്നിൽ ആസനം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ യാഗശാലയുടെ ഒരു അറ്റത്ത് പോയിട്ട് ഇരുത്തല്ല, യാഗശാലയിൽ വലിയൊരു തൂണുണ്ടാക്കിയിട്ട് അതിന് മുകളിൽ വയ്ക്കലുമല്ല. ഏതായാലും പ്രഥമമായിട്ടുള്ളൊരു സ്ഥാനത്ത് പ്രത്യേക പീഠത്തിലെത്തിക്കൊണ്ട് അഗ്രാസന പൂജ. അത് ആരെയാ വേണ്ടതെന്നായി തർക്കം. അപ്പോൾ അനവധി ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ മഹാകവന്മാരുണ്ട്. രാജാവ് അല്ലാത്തവരെ ആവാം, ബ്രാഹ്മണരെ ആവാം, പലരെ ആവാം. അപ്പോൾ ഭീഷ്മരൊക്കെ വേണമെച്ചാൽ ചിന്തിക്കാം, ആ രീതിയിലുള്ള ഒരു രീതിയിലാണ് വരിക. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. സഹദേവൻ പറഞ്ഞു, യോഗ്യത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, മറ്റു ചില കാര്യങ്ങളെ കൊണ്ട് ഒന്നും വേണ്ട എന്നുള്ള ഒരു ഭാവം ഉണ്ടായതുകൊണ്ട് മറ്റേ ഈ കംസനെ ഭരിച്ചിട്ട് രാജാവായത് ഉഗ്രസേനാണല്ലോ. അപ്പോൾ അതൊക്കെ വേണ്ട എന്നുള്ള ഒരു നിസ്വഭാവനുണ്ട്, നിഷ്കിഞ്ചന ഭാവമുണ്ട്, പലതുമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും കൃഷ്ണനാണ് യോഗ്യൻ, അതുകൊണ്ട് കൃഷ്ണനെ അഗ്രാസന പൂജ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞതോട് കൂടിയിട്ട് എല്ലാവരും ശരി അത് തന്നെ ശരി എന്നെല്ലാം പറഞ്ഞു. അത് വിസ്തരിച്ച് മറ്റേ അഗ്രാസന പൂജ യുധിഷ്ഠിരൻ ചെയ്തു. അപ്പോഴും മറ്റേ കൃഷ്ണൻ്റെ കാല് പോലും കണ്ടില്ല, കണ്ണിൽ വെള്ളം നനഞ്ഞിട്ട് യുധിഷ്ഠിരനെ. അപ്പോൾ നാരദാദി മഹർഷിമാർ, ദേവന്മാർ, എല്ലാവരും ഉണ്ട്. ഇനി വേറെ ആ ഒരു സദസ്സിൽ ഇല്ലാത്തതായിട്ടുള്ള ദേവന്മാരോ ത്രിമൂർത്തികൾ ഉൾപ്പെടെ സകല ആൾക്കാരോട് വന്നിട്ടുണ്ടെന്നാണ്. അപ്പം അങ്ങനെ ഈ പൂജ ചെയ്തു. പൂജ സ്വീകരിച്ചതായിട്ടുള്ള ഭഗവാന്റെ ഒരു സൗന്ദര്യം ബ്രഹ്മാവ് പ്രത്യേകമായിട്ട് നോക്കി.
ഞാൻ ഇത്ര സൗന്ദര്യം കൃഷ്ണന് കൊടുത്തിട്ടില്ലത് എവിടുന്നേലും എടുത്തോളുന്നോ. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിക്ക് ഒരു പെട്ടി ചെപ്പൊക്കെ ഉണ്ട്, സൗന്ദര്യം ഒരു ഭരണിയിലായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കി, അവിടെ നോക്കുമ്പോൾ അത് കാലിയായിരുന്നു. കൃഷ്ണൻ കള്ളനാണ്, അടുത്ത് കൊണ്ടുവന്നുണ്ട്. കൃഷ്ണനും നോക്കി കണ്ണാടിയിലെന്നാ, ഇത്ര സൗന്ദര്യം എനിക്കുണ്ടോ. അപ്പോൾ അഗ്രാസന പൂജയിലാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം എല്ലാവരാലും കാണപ്പെട്ടത്. എന്ന് വെച്ചാൽ എല്ലാവരും അവിടെ വന്നു, അതുകൊണ്ടാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കൃഷ്ണൻ്റെ സൗന്ദര്യത്തെ പ്രത്യേകമായിട്ട് അവിടെ പറഞ്ഞു. അതേപോലെ എല്ലാവരും സ്തുതിച്ചു, മറ്റു കാര്യങ്ങളൊക്കെ വേണ്ട പോലെ എല്ലാം ചെയ്തു. പിന്നെ ആ യാഗം നടത്തിക്കുന്നതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകമായിട്ടൊക്കെ പൂജാവിധികൾ, അതേപോലെ ദേവപ്രീതി നേടൽ, പിന്നെ ബ്രാഹ്മണ പ്രീതി നേടൽ, ഇതിൻ്റെ ചില ചിട്ടയും കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ ഈ അഗ്രാസന പൂജ കഴിഞ്ഞാൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അപ്പോൾ ദേവന്മാരെ അതിനെ അനുമോദിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ, അപ്പോൾ കൊട്ട, പാട്ട്, വാദ്യം, മറ്റേ ഈ പുഷ്പവൃഷ്ടി, നൃത്തം, എന്തൊക്കെയാണ് വേണ്ട, വേദസുതേച്ച, അങ്ങനെയുള്ള സകല കാര്യങ്ങൾ അവിടെ ചെയ്തു. യാഗം വളരെ ഗംഭീരമായി. പക്ഷേ ഇതങ്ങോട്ട് കഴിഞ്ഞ വഴിക്ക് ഇതൊക്കെ വിത്തിൻ സെക്കൻഡ്സാണ് വെച്ചാൽ വേഗം നടക്കും ഈ കാര്യങ്ങളൊക്കെ. ശിശുപാലന് മാത്രം സഹിച്ചില്ല. ഞാനിവിടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാ വേറെ, അതാണ് തോന്നിയത്. പക്ഷെ അതൊഴിച്ച് ബാക്കിയൊക്കെ പറഞ്ഞതാ. എന്നെ പൂജിക്കുകയാണ് വേണ്ടത്, അതാണ് ഉള്ളിൽ. പക്ഷേ അതൊഴിച്ച് ബാക്കിയൊക്കെ പറഞ്ഞു. അങ്ങനെയാണ്. പിന്നെ കാലം വിപരീതമായിരിക്കണം. കുട്ടികളെ കൊണ്ടാ കാര്യം പറയിക്കണത്. അങ്ങനെ ഒരിക്കലും പാടില്ല. മുതിർന്ന എത്ര ആൾക്കാരുണ്ട്, അവരല്ലേ കാര്യം പറയാം. മഹർഷികളുണ്ട്, മറ്റേ വിധിക്കാൻ കുറേ ആൾക്കാരുണ്ട്, ബ്രഹ്മാവാണ്ടിരിക്കണ്ടേ. അപ്പോൾ പല രീതിയിലും പലർക്കും പറയാനുണ്ട്. അതൊന്നുമില്ലാതെ ഈ സഹദേവൻ ഏറ്റവും താഴെ നകുല സഹദേവൻ എന്നാ, സഹദേവൻ ഒടുക്കത്താളാ, അയാളെ കൊണ്ട് അത് പറയുക എന്നൊക്കെ തൊട്ടാണ് തുടങ്ങി. കൃഷ്ണൻ്റെ കുട്ടിക്കാലം മുതൽ ഇതുവരെയുള്ള സകല കുറ്റങ്ങളും പറഞ്ഞു. അപ്പോൾ പറയുമ്പോൾ ഒക്കെ എണ്ണുണ്ട് എന്നാണ് വെച്ചേട്ടോ. എണ്ണ ഇറക്കി പഠിച്ചു. ആവേശം കൂടിയിട്ടേ, ആവേശം കൂടിയപ്പോൾ 99, 100 എന്നാണ് പിന്നെ പറയേണ്ടത്. പക്ഷേ 89 കഴിഞ്ഞ് വീണ്ടും 90, 99 കഴിഞ്ഞിറക്കണു, പിന്നെ 89 കഴിഞ്ഞ് 90. അങ്ങനെ പോയി 101 ആയപ്പോൾ കൃഷ്ണൻ സഹിച്ചില്ല. കുറ്റം പറയാൻ തുടങ്ങിയപ്പോഴേക്കും പാണ്ഡവർക്ക് സഹിച്ചില്ല, രാജാക്കന്മാർക്ക് സഹിക്കില്ല, ഭക്തന്മാർക്ക് സഹിക്കില്ല. അവർക്ക് ചില എതിർക്കാൻ ഇതൊക്കെ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ തടുത്തു. വേണ്ട, ഞാൻ കണ്ടോളാം പരിഹാരം. അപ്പോൾ എല്ലാവരും അവിടെ തന്നെ സഹിച്ചും കൊണ്ട് ചിലർ പിന്തിരിഞ്ഞ്, ചിലർ മറ്റേ ഇതില്ലേ ഈ കൃത്രിമമായിട്ടൊരു മൗനം, അങ്ങനെയൊക്കെ പലതും ചെയ്തു. ചിലർ കണ്ണുപൊത്തി, ചിലർ ചെവി പൊത്തി. ഏതായാലും 101ാമത്തെ കൃഷ്ണൻ ചാക്കരെടുത്തു, ഒന്ന് വിട്ടു. അവിടെ എന്ത് പറ്റി? രാജസൂയ സദസ്സ്, അതിശുദ്ധം എന്ന് വെച്ചാൽ അത്ര ശുദ്ധമാണ് അവിടെ. ആ സമയത്ത് അവിടെ ചോര വീണു. ചോര വീണ എന്താ ഉണ്ടാവുക? അശുദ്ധമായില്ലേ? പക്ഷേ ഈ അശുദ്ധമായിട്ടുള്ള ചോര അവിടെ വീണപ്പോൾ പ്രത്യക്ഷ മുക്തിയാണ് കാണിച്ചു കൊടുത്തത്. മുക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ യാഗം ചെയ്യണത്. ഈ യാഗം ചെയ്ത് യുധിഷ്ഠിരനാ, ചെയ്ത പുണ്യത്തിൻ്റെ പ്രവൃത്തി കിട്ടേണ്ടത് യുധിഷ്ഠിരനാ, കിട്ടിയത് ശിശുപാലനാ. സഹിക്കുമോ? ഞാൻ പണിയെടുക്കുക, നിങ്ങൾക്ക് പുണ്യം കിട്ടുക, എനിക്ക് സമ്മതമല്ലാട്ടുള്ള കാര്യം പറയാലോ. അപ്പം അതുകൊണ്ട് യുധിഷ്ഠിരന് സമ്മതമായില്ല. യുധിഷ്ഠിരൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ചോദിച്ചു. ഈ ജനിച്ച അന്ന് മുതൽ കൃഷ്ണനെ കുറ്റം പറയുന്ന ആള്, ഞാൻ അന്ന് വന്ന് ഈ പാദസേവ ചെയ്യാണ്. പിന്നെ മാത്രമല്ല എൻ്റെ അച്ഛമ്മളുടെ അല്ലേ, അപ്പം അത് പല രീതിയിലും പല ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എന്നെയല്ലേ അനുഗ്രഹിക്കേണ്ടത്. ഈ രാജസൂയം ചെയ്തതൊന്നും അവിടെ ഇല്ല. അപ്പം ഏതായാലും ശരിയല്ല എന്ന് തോന്നി. അപ്പോൾ നാരദൻ പറഞ്ഞു ഇവരുടെ ജന്മങ്ങളെക്കുറിച്ച്. ഈ സപ്തമസ്കന്ധത്തിൽ പറഞ്ഞ നരസിംഹമൂർത്തിയുടെ അവതാരം, ജയവിജയന്മാരുടെ ശാപം സ്വീകരിക്കലും 3 ജന്മങ്ങളുണ്ടാവലും ഹിരണ്യകശിപുവായിട്ട് വരലും ഹിരണ്യകശിപുവിൻ്റെ വധവും കാര്യങ്ങളൊക്കെ പ്രഹ്ലാദനെക്കുറിച്ച് വിസ്തരിച്ച് അവിടെ പറഞ്ഞു. അതൊക്കെ കൃഷ്ണൻ കേട്ടു. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടൊരവസ്ഥ. അങ്ങനെ മറ്റ് എല്ലാവരെയും ഇതേപോലെ സന്തോഷിപ്പിച്ചതായിട്ടുള്ളൊരു രംഗം രാജസൂയം പോലെ വേറൊന്നുണ്ടായിട്ടില്ല. ഈ അമംഗളം നടന്നിട്ടും അത് ഇതിൻ്റെ കഥ പറഞ്ഞപ്പോൾ അത് ഏറ്റവും ഉത്തമമായിട്ട് മാറി. അപ്പോൾ അവിടെ ശുദ്ധി എങ്ങനെയാണ് വന്നത്? ഈ രക്തം അശുദ്ധമല്ല, ശുദ്ധമായിട്ട് മാറി. അതാണ്. അല്ലെങ്കിൽ ഒരു പുണ്യാഹം തളിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഗോമൂത്രം, ചാണകം, അപ്പോൾ അത് മറ്റേ സ്വതേ അശുദ്ധിയാണെങ്കിലും അത് ശുദ്ധാക്കല്ലേ എന്ന കൂട്ടത്തിലാണ് ഇവിടെ സംഭവിച്ചത്. എല്ലാവർക്കും സന്തോഷമായി. യാഗം 18 മാസം വീണ്ടും വെച്ചാൽ 9 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 18 മാസം കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോയി. അപ്പോൾ ദുര്യോധന ഒഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ സന്തോഷമായി എന്നാ. അപ്പം എന്താ കാരണം ചോദിച്ചു. കാരണം വേറെ ഒന്നുമില്ല, സഹോദരന് കിട്ടിയത് അസൂയയായിട്ട് തോന്നി, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. യാഗം ചെയ്യണതിൻ്റെ രീതികളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു. അപ്പോൾ എങ്ങനെയൊക്കെയാണ്? ഓരോരുത്തർക്കും ഓരോ ചുമതല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. പാചകം ഭീമസേനാണ്, മറ്റേ ധനവിനിയോഗം ദുര്യോധനാണ്, പൂജാതി കാര്യങ്ങൾ സഹദേവനാണ്, സംഭരണ നകുലനാണ്, ശുശ്രൂഷ അർജുനനാണ്, വരണവരെ കാല് കഴിക്കാൻ ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണന് പിന്നെയും കുറേ പണികളുണ്ട് കേട്ടോ. ബ്രാഹ്മണരുടെ ഇച്ചിരികളെടുക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ശ്രീകൃഷ്ണൻ ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ഈ അഗ്രാസന പൂജ സ്വീകരിക്കുകയും ചെയ്തു. അതെ. പിന്നെ മറ്റേ ശ്രമം തൊട്ടുള്ള കാര്യങ്ങൾ, ആഹാരം വിളമ്പി കൊടുക്കല്, അതൊക്കെ പാഞ്ചാലിയാണ്. പിന്നെ ദാനം കർണനാണ് ചെയ്യണത്. ഇങ്ങനെ ഓരോരുത്തരും ഓരോരോ അനവധി ഉണ്ട്, ഞാൻ കുറച്ച് എഴുതിയിട്ടുള്ളൂ. അതേപോലെ ഈ അവഭൃത സ്ഥാനമൊക്കെ കഴിഞ്ഞ് യാഗം കഴിഞ്ഞതിന് ശേഷം മറ്റേ പരസ്പരം സ്ത്രീകളും പുരുഷന്മാരും പുരുഷന്മാരും കുട്ടികളും ഇങ്ങനെ പരസ്പരം ജലക്രീഡാദി തൊട്ടുള്ള പല ക്രീഡകൾ, സന്തോഷം അങ്ങനെയാണ്. ഇതൊക്കെ കഴിഞ്ഞ ഒരു ക്രിക്കറ്റ് കളിയൊക്കെ വേണമെന്നാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ചക്രവർത്തിയായിട്ട് യുധിഷ്ഠിര രാജാവ് രാജർഷിയായിട്ട് ഇരിക്കണോ എന്നുള്ള ആ രംഗത്തേക്കോട് വിസ്തരിച്ച് പറഞ്ഞു. ആയിക്കോട്ടെ, ഇതിപ്പോൾ കഴിഞ്ഞു, ഇപ്പോൾ കഴിച്ചുതരാം, തിരിച്ചു വരുമ്പോഴേക്കും റെഡി പാകം. അപ്പം അങ്ങനെ വിശ്വകർമാവ് നിർമ്മിച്ചതായിട്ടുള്ള ഈ വലിയ ഇന്ദ്രപ്രസ്ഥം എന്നുള്ള സഭയിൽ എല്ലാ ധർമ്മങ്ങളും എന്നും നടപ്പാക്കാവുന്ന രീതിയിൽ അവിടെ അവരോധനം ചെയ്തു. മാത്രമല്ല രാജാവിന് സഭ കൂടാൻ വേണ്ടി പ്രത്യേകമായിട്ട് സഭ കൊടുത്തത്, അതിൽ സ്ഥലജലഭ്രാന്ത് വരും. എങ്ങനെയാണ്? യുധിഷ്ഠിരന് വിപരീതമായിട്ട് ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ, അവിടെ വന്നു കഴിഞ്ഞാൽ ചിന്തിച്ച എന്താണോ അതിൻ്റെ പ്രതിഫലമായിട്ട് ഈ ചീത്തകൾ അനുഭവിക്കേണ്ടി വരും എന്നുകൂടി വിധി. അപ്പോൾ അതുകൊണ്ട് ദുര്യോധനന് അത് സഹിച്ചില്ല. ദുര്യോധനൻ ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നു. വെള്ളത്തിൽ വീണു, വാതിൽ കണ്ടില്ല, അങ്ങനെയല്ലേ, മുട്ടി തട്ടി മുട്ടി. ഏതായാലും ഭീമൻ ചിരിച്ചു, പാഞ്ചാലി ചിരിച്ചു. ഇവർ ചിരിക്കരുത്, കൃഷ്ണൻ ചിരിക്കരുതെന്ന്, യുധിഷ്ഠിരൻ ചിരിക്കരുതെന്ന് പറഞ്ഞു. കൃഷ്ണൻ ചിരിച്ചോളാൻ പറഞ്ഞു. ഏതായാലും അത് ചിരിച്ചു, വെള്ളത്തിൽ വീണു. വീണതിൻ്റെ കാരണം കൊണ്ട്, ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഭാരത യുദ്ധത്തിനുള്ള വിരോധത്തിനുള്ള ബീജം അവിടെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അധ്യായം അവിടെ രാജസ്വയം അവസാനിപ്പിച്ചു. ഇപ്പോൾ യാതൊരു ഭഗവാനാണോ ഇപ്രകാരത്തിൽ എല്ലാ ലീലകളെയും ഒതുക്കിയിട്ട്, പിന്നെ അതുമല്ല അവിടെ എല്ലാവർക്കും ഒരേപോലെ എന്ത് കൊടുത്തു? മുക്തി കൊടുത്തു. എല്ലാവർക്കും മുക്തി കൊടുത്തു. അതാണ്. അപ്പം അങ്ങനെയുള്ള ആ രാജസ്വയം എന്നുള്ള കഥ ഇനി എല്ലാവർക്കും എപ്പോഴും പ്രചോദനമാവട്ടെ. എന്തിനു പ്രചോദനമാവണം? നമുക്ക് ഈശ്വര പ്രാർത്ഥനയ്ക്ക്, സാത്വികമായിട്ടുള്ള ഭാവത്തിൽ ഈശ്വര പ്രാർത്ഥനയ്ക്ക് പ്രചോദനമാവട്ടെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.